നന്ദി ധനേഷ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2066 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ KP മധുസൂദന പണിക്കർ സാറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, ഹോമിയോപ്പതി വകുപ്പ്, കേരള. ചീഫ് ഫിസിഷ്യൻ, SN ഹോമിയോ ആശുപത്രി, കാട്ടൂർ, കലവൂർ, ആലപ്പുഴ. പൊതുജന ബോധവൽക്കരണ ക്ലാസുകളും മെഡിക്കൽ ക്യാമ്പുകളും എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ നടത്തുന്നു. ക്ലാസ് തുടങ്ങുക. 10:30 അത് കഴിഞ്ഞിട്ട് വിളിക്കും. വിവിധ സംഘടനകളുടെ വേദികളിൽ ക്ലാസുകൾ എടുത്തിട്ടുള്ള പ്രമുഖനായ ഡോക്ടർ. 42 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. 32 അല്ല ഡോക്ടറെ, 50 വർഷമായി. കേട്ടോ സനേഷ് ഡോക്ടറെ, നമുക്കൊന്ന് ആഘോഷിക്കേണ്ട. അങ്ങനെ തിരുത്തണം കേട്ടോ. 50 വർഷമായി. നമുക്കൊന്ന് ആഘോഷിക്കാം. IFPH അതെ അതെ, നമുക്കത് എഡിറ്റ് ചെയ്യാം, അടുത്ത പ്രാവശ്യം എഡിറ്റ് ചെയ്യാം. സേർ ഡോക്ടർ ഞാനും കൂടെ 2 വർഷത്തെ വ്യത്യാസമാണ്. അദ്ദേഹം 52 വർഷമായി. അപ്പൊ നമുക്ക് 50 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ള പ്രമുഖനായ ഡോക്ടറാണ്. ഇന്ന് നമുക്ക് തൂജ ഒരു അവലോകനം എന്ന വിഷയത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതിന് KP മധുസൂദന പണിക്കർ സാറിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശരി, ഓക്കെ. കേൾക്കാം, കാണാം അല്ലേ? അതെ, കാണാം. സാറെ ക്യാമറ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം. സാർ ഒന്ന് കണ്ണാടി അതിലോട്ട് നോക്കുകയാണെങ്കിലേ സാറിന്റെ ഫേസ് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവട്ടെ. കുറച്ചുകൂടെ ഒന്ന് മേലോട്ട് വന്നാൽ മതി. ക്ലിയർ ആണ്. തല എന്ന് മേലോട്ട് വരണം. കുറച്ച് പകുതി കാണുന്നില്ല. ഇപ്പൊ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ കറക്റ്റായി. ശരി 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 ശരി, ഓക്കെ. ഇന്ന് നമ്മളുടെ വിഷയം തൂജ ഒരു അവലോകനം. തൂയ എന്ന് പറയും, തൂജ എന്നും പറയും നമ്മൾ. ഞങ്ങൾ ഈയിടെ കഴിഞ്ഞ ആഴ്ച ഈ തൂജ നേരിട്ട് കാണാനൊരു അവസരം ഉണ്ടായി. ഞങ്ങൾക്ക് ഇവിടെ ചൂട് കൂടുതലായതുകൊണ്ട് 2 ദിവസം ഒന്ന് വനവാസത്തിന് പോയപ്പം അവിടെ ഈ തൂജ ചെടി കണ്ട്. അപ്പൊ എന്റെ ഈ മനസ്സിൽ ഇത് ഉള്ളതുകൊണ്ട് ഞാനിത് ശ്രദ്ധിച്ച് കൂമ്പി. ഇപ്പൊ ഒരു ഡാംബ് കോൾഡ് ക്ലൈമറ്റിൽ വളരുന്ന സ്തൂപം പോലെയുള്ള വളരെ സ്റ്റഡി ആയിട്ടുള്ള, അപ്പൊ ഈ വളരെ സ്റ്റഡി ആയിട്ടുള്ള വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ചെടികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് പോകും. പറന്ന് പന്തലിക്കുന്നതാണെങ്കിലാണ് സ്പ്രെഡ് ചെയ്ത് വരണത്. നമ്മൾ ഈ പനയൊക്കെ നോക്കുമ്പോൾ അറിഞ്ഞൂടെ, വളരെ റൂട്ടായിട്ട് ഡെപ്തിലായിട്ട് പോകും. ഇപ്പൊ അവര് ഈ ജനിക്കുമ്പോ തന്നെ നമ്മള് ഈ ചെടിയെ നട്ട് അത് വളരാൻ തുടങ്ങുമ്പോ തന്നെ അതിന്റെ റൂട്ട് കോഴ്സ് ഇന്ററായിട്ട് പോകുന്നു. അപ്പൊ ബെർത്ത് ഓൺവേഴ്സ് ഓർ അതർവൈസ് ഒരു ഫസ്റ്റ് 2, 3, 4 ഏജ് ആകുമ്പം 5 ഏജ് ആകുമ്പോ തന്നെ ഈ തൂജയുടെ ഒരു മയാസ്മാറ്റിക് ഡിസീസ്ഡ് കണ്ടീഷൻ ആ കുട്ടിയിൽ ഒറിജിനേറ്റ് ചെയ്യുമെന്നാണ് ഫാരിങ്ടൺ ഒക്കെ പറയുന്നത്. ഈ ഫാരിങ്ടന്റെ ഈ സ്റ്റഡി അദ്ദേഹത്തിന്റെ 3-4 വോളിയത്തിലും കെൻസ് റെപ്പർട്ടറിയും ഒക്കെ കൂടെ ക്രോഡീകരിച്ചിട്ട് ഈ സത്രദേവ് ബാനർജിയുടെ അച്ഛൻ സുബേർദ ബാനർജിയുടെ ഒരു വിശദീകരണം സ്റ്റഡിയാണ് ഇന്നത്തെ എന്റെ ക്ലാസിന്റെ ആധാരം. കാര്യം അത്രയും ഡെപ്തിൽ അദ്ദേഹം പഠിച്ചത് ചെയ്തിട്ടുണ്ട്. അനുഭവ സമ്പത്തും അദ്ദേഹത്തിന്റെ അനുഭവമൊക്കെ ആയിട്ട് 3-4 പുസ്തകങ്ങളും അത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളോട് കുറേശ്ശെ കാര്യം തൂജ വലിയ സ്റ്റഡി ചെയ്യേണ്ട, വളരെ ഡെപ്തിൽ പഠിക്കേണ്ട. ഞാൻ ഇത്രയും ഡെപ്തിൽ പഠിക്കാനുള്ള ഒരു കാര്യം, എനിക്ക് കഴിഞ്ഞ മാസം ഒരു മെലനോമ ഇൻഡസ്റ്റൈൻ മൾട്ടിപ്പിൾ സൈറ്റ് ഓഫ് മെറ്റാസ്റ്റൈസിസ് ആയിട്ട് അതിന് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ സൈറ്റിൽ മെലനോമ ഉള്ളത് കൊണ്ട് മാസീവ് ഓപ്പറേഷനെ അതിനൊരു സക്സസ് ഉള്ളൂ എന്ന് ഓൺകോളജി പറഞ്ഞിട്ട് അത്രയും വലിയൊരു ഓപ്പറേഷൻ ചെയ്യാൻ അവർക്ക് താല്പര്യം ഇല്ലാതെ ഞങ്ങളുടെ അടുത്ത് വന്ന ഒരു കേസസിൽ അതിന്റെ ഡീപ്പായിട്ടുള്ള കേസ് ടേക്കിങ്ങും സ്റ്റഡിയും ഒക്കെ വന്നപ്പോഴാണ് തൂജയുടെ ഒരു ആക്ഷൻ. ഞങ്ങള്
തൂജ 0, 1 ട്വൈസ് ഡെയിലി, ത്രൈസ് ഡെയിലി ഫോർ 1 മന്താ കൊടുത്തത്. പക്ഷെ നല്ല റെസ്പോൺസ് കിട്ടി. കാര്യം ബ്ലീഡിങ് കുറഞ്ഞു, പെയിൻ കുറഞ്ഞു. ഇനിയിപ്പോ ഒരു 3 months കഴിയുമ്പം അതിന്റെ ഒരു സ്കാൻ ചെയ്യുമ്പോൾ ലീഷൻസും കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഫ്രോണ്ടൽ സൈഡില് ഫേസില് ഒരു പിന്നെ ലീഷൻ ഉണ്ടായിരുന്നു, ഒരു ഫ്ലാറ്റ് വാട്സ് ലൈൻ. അത് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് ബെറ്റർ ആയി. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ കഥയും ഈ കഥയും കൂടെ ഒരു കഥ പോലെ തൂജയെ പറ്റി നമുക്ക് പഠിക്കാം. ഈ തൂജ ബേസിക്കലി കിങ് ഓഫ് സൈക്കോട്ടിക് എന്ന് നമ്മൾ പറയുന്നത്, പഠിക്കുന്നത്. ഇപ്പൊ തൂജയെ പറ്റി ഒരു ആക്ഷേപം, തൂജ കിങ് ആണെങ്കിലും നാട്രമോർ പോലെയൊക്കെ പ്യുവർലി, കാര്യം നമ്മളൊരു മയാസം സ്റ്റഡി ചെയ്യുമ്പോൾ, ഒരു മെഡിസിൻ സ്റ്റഡി ചെയ്യുമ്പം സൈക്കോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഹീറ്റ് റിലീഫ് വരാൻ പാടില്ല, കോൾഡ് റിലീഫ് വരാൻ പാടില്ല, വാംത് റിലീഫ് വരാൻ പാടില്ല, കോൾഡ് റിലീഫ് വരാൻ പാടുള്ളൂ. ശരിക്കും പ്യുവർലി സൈക്കോട്ടിക്സിന്റെ നേച്ചർ അതാണല്ലോ. അപ്പൊ തൂജയിൽ കാണുന്നത് ഏർലി മോർണിംഗ് അഗ്രവേഷൻ ഓഫ് സ്നീസിങ് അഗ്രവേഷൻ ബൈ ഫ്രോസ്റ്റ് ഡാംപ് കോൾഡ് വെതർ. ഇപ്പം ഡാംപ് കോൾഡ് വെതറിൽ ഒരു ആസ്മാറ്റിക് സ്നീസിങ് ഡിസ്നിയായും തൂജായി പറയുന്നത് കൊണ്ട് തൂജയ്ക്ക് ഒരു 5% മാർക്ക് നമുക്ക് കുറക്കണം. കാര്യം ഒരു തൂജയ്ക്ക് ഒരു ചില്ലിനെസ് ഉണ്ട്, അത് നാട്രമോറിനകത്ത് നമ്മൾ കാണുന്നില്ല. അപ്പൊ ഒരു തൂജയുടെ ഒരു ചില്ലിനെസ് കൊണ്ട് ഞാനത് പറഞ്ഞേ ഉള്ളൂ. ഒരു മഹേഷ് നേരത്തെ ധനേഷ് ഡോക്ടർ ചോദിച്ച ചോദ്യത്തിന് ഒരു പിന്നെ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം അങ്ങനെ ഒരു സൈക്കോട്ടിക്കിന്റെ കിക്ക് എന്ന് പറയപ്പെടുന്ന വലിയൊരു മെഡിസിനാണ് തൂജ. സോറാസിബിലി സൈക്കോസിസില് ബേസിക്കലി ഒത്തിരി ഡിസ്ട്രക്റ്റീവ് ആൻഡ് ഡീജനറേറ്റീവ് ആൻഡ് പ്രോലിഫറേറ്റീവ്, ബ്ലീഡിങ് അല്ലാതെ പ്രോലിഫറേഷൻ ഉണ്ടായിട്ട് വളർന്ന് വികസിച്ച് എക്സസ് ആൻഡ് എക്സ്ട്രീം എന്ന് പറയുന്ന പോലുള്ള ലീഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന, നമ്മുടെ ബോഡിയിൽ നമ്മളെക്കാൾ കൂടുതൽ ഹെവിനെസ് ഓഫ് മസ്കുലേച്ചർ വളർത്തിയെടുക്കുന്ന ഒരു മയാസമാണ് സൈക്കോസിസ്. അതില് ഈ തൂജയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഹൈഡ്രോജനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ ഹൈഡ്രോജനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് it possesses an increased capacity to contain water. Rainy weather, cold damp weather, and put that increase the number of molecules of water in the system. അങ്ങനെ കൂടുതലായിട്ട് വാട്ടർ മോളിക്യൂൾസ് ഉള്ള, കൂടുതലായിട്ട് ഡാം കോൾനെസ്സിൽ അഗ്രവേറ്റ് ചെയ്യുന്ന, അതുവഴി ഉണ്ടാകുന്ന പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് hydrogenoid constitution. That constitution is related to psychosis. അതുപോലെ തന്നെ ഓക്സിജനോട് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സിഫിലിറ്റിക്. അതുപോലെ തന്നെ കാർബോനൈട്രേനോട് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സോറ. അപ്പൊ കാർബോനൈട്രേനോട് സോറ, ഓക്സിജനേറ്റഡ് സിഫിലിറ്റിക്, ഹൈഡ്രോജനോയിഡ് സൈക്കോസിസ്. ഹൈഡ്രോജനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷനുള്ള മറ്റു മരുന്നുകൾ അറേനിയ ഡയാഡിമ, കോസ്റ്റിക്കം, നാട്രം സൾഫ്, ഡൽക്യാമറ, ആന്റിൻഡാറ്റൻ, നൈട്രിക് ആസിഡ്. ആക്ച്വലി നൈട്രിക് ആസിഡ് ഒരു സിഫിലിറ്റിക് ഗ്രൂപ്പിൽപ്പെട്ട മെഡിസിൻ ആണെങ്കിലും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഹൈഡ്രോജനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം നമ്മള് തിരക്കി പോകുമ്പോൾ ഹൈഡ്രോജനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ക്യാൻസറിലൊക്കെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് അനുഭവത്തിയുമായിട്ടുള്ള റിസൾട്ടുകൾ, ഈവൻ പൈൽസിനാണെങ്കിൽ പോലും, അല്ല ഒരു ഗം ബ്ലീഡിങ്ങിലാണെങ്കിൽ പോലും, ഒരു പ്യുവർ സൈക്കോട്ടിക് കേസസില് ബ്ലീഡിങ് കൊണ്ട് ഭയങ്കര വേദനയില്ല. പക്ഷെ നൈട്രിക് ആസിഡിന് വേദന പറയുന്നുണ്ടെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള ക്രാക്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും കുറച്ച് വേദനയുള്ള നൈട്രിക് ആസിഡിനാണ്. അപ്പം ഗെറ്റ് റിലീഫ് ബൈ വാംത് ആണ് അവിടെ. അപ്പൊ ഈ ഹൈഡ്രോജനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗെറ്റ് റിലീഫ് ബൈ വാംത് ഉള്ള ഒരു പേഴ്സണാലിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. വി ക്യാൻ ഗിവ് ആസിഡ് നൈട്രിക്. അപ്പൊ ഈ നാട്രൽ സൾഫും ഡൽക്യാമറയും ആന്റിൻഡാർട്ടും നൈട്രിക് ആസിഡും അറേനിയ ഡയാഡിമായും കോസ്റ്റിക്കും ഒക്കെ തമ്മിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഹൈഡ്രോജനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. ഓരോ എണ്ണത്തിന്റെ ഓരോ തണുപ്പം. ഡൽക്യാമറ എങ്ങനെ, ഡൽക്യാമറ ആകാശത്ത് ഭയങ്കരമായിട്ട് ക്ലൗഡ്സ് വന്നിട്ട് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഓഫ് റെയിൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു കൺജസ്റ്റീവ് ക്ലൗഡഡ് ഹ്യൂമിഡിറ്റേറ്റഡ് സ്റ്റേജ് ആണ് ഡൽക്യാമറയ്ക്കുള്ളത്. അത് പെയ്ത് കഴിഞ്ഞാൽ മയാസം മാറും.
നാട്രൽ സൾഫ ആണെങ്കിൽ തൂജയെ പോലെ തന്നെ പ്രൊലോങ്ഡ് ആയിട്ട് ഡാംപ് കോൾഡ് ക്ലൈമറ്റിൽ ഇരിക്കുകയും അപ്പൊ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാല് അതിനകത്ത് ഇപ്പൊ മയാസം റെസ്റ്റോക്സ് വരാം, നമുക്ക് അതുപോലെ തന്നെ ആന്റിയൻ ഡാർട്ട് വരാം. അല്ലെ നാട്രൽ സൾഫ എന്ന് പറഞ്ഞാൽ ഒരു 3 ദിവസം മഴ നിൽക്കണം. ഒരു ഡാംപ് കോൾഡ് ക്ലൈമറ്റ് വരുമ്പം അഗ്രവേഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ ട്രൈ വിത്ത് അത് മയാസം മാറും. അത് ഹോട്ട് വാം ആകും നാട്രൽ സൾഫ ആണെങ്കിൽ. സൈക്കോസോറിക്ക് അപ്പൊ ആ ഗ്രൂപ്പിൽ നമ്മൾ പഠിക്കാവുന്ന, ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാവുന്ന കുറച്ച് ബഡ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ പഠിക്കുവാണെങ്കിൽ നമ്മൾ കേസ് എടുത്ത് വരുമ്പം സ്വാഭാവികമായിട്ടും സൈക്കോട്ടിക്കിൽ ഒരു ഓപ്പൺ ബ്ലീഡിങ് ഇല്ല. ഇപ്പൊ ഹൈഡ്രോജനോട് കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഒരാളില് സൈക്കോട്ടിക് വാർഡ്സ് ഉണ്ട്, ബ്ലീഡിങ് കോൾഡ് വാഷ് റിലീഫ് അല്ല, വാം വാഷ് റിലീഫാണ്, പെയിൻ ഉണ്ട്, ക്രാക്സ് ഉണ്ട്. പിന്നെ ആസിനൈട്രിക്കിന്റെ ഒരു പ്രത്യേകത എന്താണ്, പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ബൈസ്റ്റാൻഡർ ഷിപ്പിന്റെ എയിൽമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഡിസീസ്ഡ് ആയിട്ട് കിടക്കുന്ന വൈഫിനെയോ ഡിസീസ്ഡ് ആയിട്ട് കിടക്കുന്ന ഹസ്ബൻഡോ അച്ഛനോ മക്കളോ, പ്രത്യേകിച്ച് നമ്മളത് കാണുന്നത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പിള്ളേരുടെ അച്ഛനോ അമ്മമാർക്കോ, പ്രത്യേകിച്ച് അമ്മമാർക്ക് വരുന്ന അസുഖങ്ങളിൽ നമുക്ക് വളരെയേറെ കവർ ചെയ്ത് കൊടുക്കാവുന്ന ഒരു എയിൽമെന്റ്സ് ഫ്രം ആ ടൈപ്പ് ഓഫ് ഒരു കെയർ ഇതിന്റെ എയിൽമെന്റ്സ്, അത് നൈട്രിക് ആസിഡിന്റെ ഒരു ബേസിക് ഫണ്ടമെന്റൽ കോസേറ്റീവ് ഫാക്ടർ. ഇപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഹൈഡ്രോജനോട് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇതിന്റെ ഫിസിക്കൽ മേക്കപ്പ്. ഇതിനകത്ത് രസം, നമ്മള് ഒത്തിരി പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ തൂജ കോൺസ്റ്റിറ്റ്യൂഷനെ പോലെ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവര് ഒരു ഹെവി ബോഡി ആയിരിക്കും, ഒരു കറുത്തിട്ട് വിയർത്ത് ഒലിച്ച് കറുപ്പ് നിറം വന്ന് കുറച്ചൊരു അൺഹൈജീനിറ്റി കൊണ്ട് ക്ലീൻനെസ് ഒക്കെ മറിഞ്ഞ് പഴയ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് വിയർത്തൊലിച്ച് കറുത്ത് തടിച്ച് ഉള്ള ഒരു ഫിഗർ ആയിരിക്കും. അതിനകത്ത് ക്ലീൻനെസ് വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളവര് അപ് ടു ഡേറ്റ് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. എന്നാൽ ആ വർണ്ണന അങ്ങനെ അഗ്ലിയസ്റ്റ് ലുക്ക് അല്ല. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാല് പൊക്കി വെച്ചിട്ട് ഇവരുടെ വലിയ ബട്ടക്സ് ആയിരിക്കും, വലിയ ബോഡി ആയിരിക്കും. പുരുഷന്മാർ തന്നെ വലിയ ബ്രസ്റ്റ്, തൂങ്ങിയ ബ്രസ്റ്റ് ആയിരിക്കും എന്നാ പറയും. ബോഡി ഇങ്ങനെ തൂങ്ങി കിടക്കും ബോത്ത് സൈഡ്. അതുപോലെ തന്നെ വലിയ ബട്ടക്സ്, അതിനനുസരിച്ചല്ലാത്ത സ്ലിം ആയിട്ടുള്ള കാല്, ഷോർട്ട് കാലും, ഒത്തിരി പൊക്കമുള്ളവരല്ല, സ്റ്റൗട്ട് ആയിട്ടുള്ള ഷോർട്ട് പേഴ്സൺ ആയിരിക്കും തൂജ. അപ്പൊ അവര് ഇരിക്കുമ്പോ സാധാരണഗതിയിൽ ഇരിക്കുന്നത് ഒരു കാല് താഴെ ഇട്ടിട്ട് ഒരു കാല് പൊക്കി വെച്ചിട്ട് ആയിരിക്കും എവിടെയെങ്കിലും, ഈവൻ കസേരയെ പോലെ ഇരുന്നാലും സ്റ്റൂളിൽ ഇരുന്നാലും പുറത്ത് വരാന്തയിൽ ഇരുന്നാലും അങ്ങനെ ഇരിക്കുന്നതായിരിക്കും തൂജ പേഷ്യന്റിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു കംഫർട്ട്നെസ്. അതുപോലെ തന്നെ കറുത്ത് തടിച്ചിട്ട് കുറച്ച് കുടവയറുണ്ട്, ഹെഡ് സ്വെറ്റ് ഉണ്ട്. പിന്നെന്താണ്, പുരുഷന്മാർക്കാണെങ്കിൽ മീശ കുറവായിരിക്കും, സ്ത്രീകൾക്കാണെങ്കിൽ ഒസ്റ്റാഴ്സ് കൂടുതൽ കാണും. ഇപ്പൊ മീശ കിളിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഒബീസിറ്റി ഉള്ള ഫീമെയിൽസിൽ തൂജ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വലിയ കാര്യം. ടോട്ടലി ഇത് വർണ്ണിക്കുന്നത് ലോർഡ് ഗണേശന്റെ ഒരു ജനറൽ ലുക്ക് കിട്ടുമെന്നാ പറയുന്നത്. ഈ തൂജ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലോർഡ് ഗണേശ ഭഗവാന്റെ ഒരു രൂപം, അതിനകത്ത് ഒരു പ്രതിമയാണെങ്കിൽ അത് കുറച്ച് ആള് പൊടിയടിച്ച് കറുത്തൊക്കെ ഇരിക്കുന്ന ഒരു രൂപത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഈ ഫിസിക്കൽ മേക്കപ്പിൽ തൂജ. ഈ ഒരു വർണ്ണന ഈ പുസ്തകത്തിൽ മാത്രമാണുള്ളത്. അപ്പൊ അങ്ങനെ പലപ്പോഴും നമ്മളിപ്പോ നമ്മുടെ അടുത്ത് വന്നു പോയിട്ടുള്ളവരും നമ്മൾ കണ്ടിട്ടുള്ള ഒത്തിരി പേരിൽ നമുക്കിപ്പം തൂജ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾക്ക് ഇന്ന് ചിന്തിച്ചു നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. ഡിസ്റ്റൻഡ് അബ്ഡമൻ, ബൾക്കി ബോഡി, ഗ്രോത്ത് ഓഫ് ടിഷ്യൂ എവരിവെയർ. ബോഡിയിലൊക്കെ കയ്യില് ഈ ഡെൽറ്റോയിഡ് മസിലും ട്രൈക്കസ്മിഡ് മസിലും ഒക്കെ ഭയങ്കരമായിട്ട് ഫ്ലാബി ആയിരിക്കും, പക്ഷെ താഴോട്ട് അത്രയും കാണത്തില്ല. പിന്നെ വാട്ടി എസ്കറിസൻസ് ഉണ്ടാവും, ഡേർട്ടി വൈറ്റ് ബ്രൗണിഷ് സ്പോട്ട് ഓൾ ഓവർ ദ ബോഡി, പെൻഡുലസ് അബ്ഡമൻ, ഹെവി ബ്രസ്റ്റ്, ഓയിലി ഷൈനി ഫേസ്, ഷോർട്ട് ഹൈറ്റഡ് പേഴ്സൺ. അതാണ് തൂജയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ല. ഇപ്പൊ ഇനി ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക്
ഈ വർണ്ണന ഈ ലോർഡ് ഗണേശന്റെ ഒരു പൊടിയടിച്ച് തട്ടി കറുത്തിരിക്കുന്ന ഒരു വിഗ്രഹത്തിന്റെ രൂപം നമ്മളെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ തൂജയെ പറ്റി പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആൻഡ് തിയോളജി ഒരു തൂജ ഡെവലപ്പ് ചെയ്യുന്നത് ബാഡ് എഫക്ട് ഓഫ് വാക്സിനേഷൻ ആൻഡ് സപ്രസ്ഡ് ആൻഡ് മാൽ ട്രീറ്റഡ് ഗൊണോറി. അപ്പം ഒരു സപ്രഷൻ ഓഫ് ഡിസീസസ് ഇൻ ഡ്യൂറിങ് പ്രഗ്നൻസി ഓർ ഏർലി പീരിയഡ് ഓഫ് ലൈഫ് ഓർ മാൽട്രീറ്റഡ് ഗൊണോറിയ ഇൻ മദർഹുഡ് ഓർ ഫാദർഹുഡ്, ചൈൽഡ്ഹുഡിൽ അങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണല്ലോ. ദെൻ സെക്ഷൽ എക്സസ്, അഡിക്റ്റഡ് ടു സ്റ്റിമുലന്റ് ലൈക്ക് ടീ, ഫാറ്റ് ആൻഡ് മീറ്റ്, ഓണിയൻ ഇൻ റിച്ച് ഫുഡ്. ഓണിയൻ ഒത്തിരി ക്രേവിംഗ് ഫോർ ഓണിയൻ ഉണ്ട്, അത് ചേർത്തിട്ടുണ്ടാകുന്ന ഒത്തിരി ഫുഡ്. പിന്നെ ന്യൂ മൂൺ അഗ്രവേഷൻ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിട്ടുള്ള അവരിൽ ജനിച്ചിട്ടുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുള്ള വേറെ മെഡിസിൻസ് ഏതൊക്കെയാ എഫക്റ്റീവ് ആയിട്ടുള്ളത്? ദ ബെസ്റ്റ് മെഡിസിൻ ഈസ് കാലിബ്രമാറ്റം. ദ സെക്കൻഡ് മെഡിസിൻ ഈസ് സെപ്പിയ. ദ തേർഡ് ഈസ് പ്ലാറ്റിനം. അതിൻ്റെ കൂടെ ഒരു പാലിയേറ്റീവ് ആയിട്ടുള്ള അതിന്റെ സ്വെറ്റും എക്സോസ്റ്റ്നെസ്സും ഫിയറും ഗാസ്ട്രിക് ഡിസ്റ്റർബൻസസും ഗ്യാസും കൂടെ കൺട്രോൾ ചെയ്യുമ്പം ഈ 3 മെഡിസിൻ്റെ കൂടെ നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ എഫക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു മെയിൻ നല്ല മരുന്നാണ് സബൂൾ ടിഞ്ചർ. ദെൻ ഇതിന്റെ മെന്റൽ എസൻസ്, തൂജയുടെ മെന്റൽ എസൻസ് നമ്മൾ പഠിക്കും. നമ്മളിപ്പം അതിന്റെ ഫിസിക്കൽ വേക്കപ്പ് പഠിച്ചു, അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു, എങ്ങനെയാണ് ഒരു തൂജയുടെ പതോളജി ഡെവലപ്പ് ചെയ്യുന്നത്, ഇത്യോളജി ആയി. ഇനി മെന്റൽ എസൻസ്, ഡിസ്ക്രിപ്പൻസി, ഡിഫറൻസ്, ഡിഫറൻസ് ബിലോ ഹിസ് ഓൺ ആൻഡ് അതേഴ്സ്, സ്റ്റാറ്റസ് ആൻഡ് ലൈഫ്, ഹാവ് ആൻഡ് ഹാവ് നോട്ട്. അപ്പൊ ചെറുപ്പകാലത്ത് തന്നെ അവൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ഈ കാണുന്നത് എന്താണ്, അതിനകത്തുനിന്ന് എന്ത് ആസ്വാദനമാണ് ആ പ്രവൃത്തി കൊണ്ട് അത് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്, അവർ സന്തോഷിക്കുന്ന എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സങ്കടം പിടിച്ചത് എന്തുകൊണ്ടാണ്. അവരുടെ ഓൺ ലൈഫില്, അവരുടെ ഫാമിലി ലൈഫില്, അവർ കൊച്ചാകുമ്പോൾ അവരുടെ ബെഡില് അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ഉറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടായ അവർ കണ്ട ഒരു അനുഭവങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഒരു റിലാക്സേഷൻസ്, ഇതെല്ലാം ഇവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ അവർക്കും അങ്ങനെ ആയിക്കൂടെ, അവർക്കുള്ളത് എനിക്കും ആയിക്കൂടെ. അപ്പൊ എനിക്ക് എന്തിന്റെ കുറവാണുള്ളത്? സമ്പത്തിന്റെ കുറവാണോ, സൗന്ദര്യത്തിന്റെ കുറവാണോ, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ ഇന്ന ഇന്ന സൗകര്യങ്ങളുണ്ട്, അവൻ കാറിൽ വരുന്നു, അവൻ സൈക്കിളിൽ വരുന്നു, എനിക്കതില്ലല്ലോ. അപ്പൊ ഹാവ് ആൻഡ് ഹാവ് നോട്ട്, ഇത് ഭയങ്കര ഒരു മെന്റൽ പെർവേർഷൻ ഇൻ ചൈൽഡ്ഹുഡ് ഓർ അഡൽട്ട്ഹുഡ്. ഈ പെർവേർഷൻസ് അവരുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ അമ്മയച്ഛനും കൂടെ ഉള്ളപ്പോഴും ഒരു സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ അവരിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു മെന്റൽ ഡൈവേർഷൻസ് ആണ് ഹാവ് ആൻഡ് ഹാവ് നോട്ട്. അതിനെപ്പറ്റി അവർ ഭയങ്കരമായിട്ട് ചിന്തിച്ച് വിഷമിക്കുകയും അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യുമെന്നാണ് പറയുന്നത് തൂജ. അങ്ങനെ തൂജയുടെ ചൈൽഡ്ഹുഡില് ഈ മെയിൻ ഡിസ്ക്രിപ്പൻസി, അവര് മറ്റുള്ള നിന്നും വ്യത്യാസപ്പെട്ട് കാണുന്ന അവരുടെ കുറവുകൾ, അവരുടെ സ്റ്റാറ്റസ് ഓഫ് ലൈഫ് ഹാവ് ആൻഡ് ഹാവ് നോട്ട്. അപ്പം ഇപ്പൊ അച്ഛൻ തന്നെ ആദർശം പ്രസംഗിക്കൊണ്ട് കൈക്കൂലിക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്, വൈറ്റ് ആൻഡ് വൈറ്റ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ബ്ലൂ ആൻഡ് ബ്ലൂ ഇടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി പുറത്തു പോയിട്ട് അദ്ദേഹം രഹസ്യമായിട്ട് കൈക്കൂലിയോ കാശോ മേടിക്കുന്നത് കണ്ടു നിൽക്കുന്ന ഒരു മകനിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് തൂജക്ക് ഇവിടെ പതോളയെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം അച്ഛന്റെ സ്റ്റാറ്റസ്, അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പുറത്ത് അദ്ദേഹം മാന്യനാണ്, അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നുണ്ട്, അദ്ദേഹത്തിനെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്ത് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കാണുന്ന അച്ഛനും അച്ഛന്റെ പ്രവൃത്തിയും ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്ന നന്മയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് അംഗീകാരം കിട്ടുന്നത് ഇവൻ ശ്രദ്ധിച്ചിട്ട് ഇവന്റെ ലൈഫിൽ അതുണ്ട്, അങ്ങനെ ആയിക്കൂടെ എന്നുള്ളൊരു ചിന്തയാണ്
തൂജയുടെ പതോളജിയുടെ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ്. അവൻ എന്നിട്ട് അവൻ മാനസികമായിട്ട് തളരുക, അവന് സെൽഫ് എസ്റ്റീംസ് വളരെ കുറയും. ഇത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരാള് കോപ്പി അടിച്ച് അവന്റെ ക്ലാസ്സിൽ കോപ്പി അടിച്ചിട്ട് ഫസ്റ്റോ സെക്കൻഡോ റാങ്ക് മേടിച്ചു കഴിഞ്ഞാൽ അവൻ ചിന്തിക്കും, ഞാനെന്തിനാ പഠിക്കണേ, എനിക്കും കോപ്പി അടിച്ച് നല്ലപോലെ വൃത്തിയായിട്ട് കോപ്പി അടിക്കാനുള്ള മാർഗം ആരിൽ നിന്നെങ്കിലും ശിക്ഷപ്പെട്ട് പഠിച്ചു പോയിട്ട് കോപ്പി അടിച്ച് നല്ല മാർക്ക് മേടിച്ചുകൂടെ, അങ്ങനെ സ്റ്റാറ്റസ് കോ ഉണ്ടാക്കിക്കൂടെ, സമുദായത്തിൽ വലുതായിക്കൂടെ, ക്ലാസ്സിൽ ഫസ്റ്റ് മേടിച്ചുകൂടെ. അപ്പൊ നേരെയുള്ള വഴിയല്ലാതെ മറ്റുള്ള അത് അവനേക്കാൾ ഏതെല്ലാം വിധത്തിൽ ഉയർച്ചയിൽ നിൽക്കുന്നു ആ സ്ഥാനത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് അവൻ കട്ടാണെങ്കിലും കള്ളത്തരം കാണിച്ചാണെങ്കിലും മോഷ്ടിച്ചാണെങ്കിലും നുണ പറഞ്ഞാണെങ്കിലും അത് സമ്പാദിച്ചിട്ട് ആ രീതിയിൽ അവൻ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവന്നിട്ട് ജാടയോടുകൂടി അവൻ പൊതുമത മത്സരത്തിൽ വെക്കുക. അപ്പൊ ഒരു ഡുവൽ പേഴ്സണാലിറ്റി ബൈപോളാർ ഒരു മെന്റൽ സ്റ്റാറ്റസ് ആണ് ഒറിജിനേറ്റ് ചെയ്യുന്ന, കൊച്ചിലെ തന്നെ ഒറിജിനേറ്റ് ചെയ്ത് അത് വളർന്നു വരും അവന്റെ വീട്ടിലും. ഇവൻ സെക്സിന്റെ കാര്യത്തിലേക്ക് പോകണമെങ്കിലും അവൻ കണ്ടപ്പോഴുണ്ടായ അവന്റെ സ്വന്തം തന്നെ വീട്ടിലുണ്ടായ അനുഭവം, ആ ശൃംഗാര സൗണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള റിലാക്സേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള വഴക്കിട്ടിരുന്നവർ ഒന്നിക്കുന്ന ഒരു പ്രതിഭാസം. അപ്പൊ ഇതൊക്കെ അവനും ആയിക്കൂടെ, ഇതൊക്കെ അവന്റെ ജീവിതത്തിൽ പകർത്തിക്കൂടെ, അവനും എന്റർടൈൻ ചെയ്തുകൂടെ. ഇങ്ങനെ ഒരു വലിയൊരു തോട്ട്സ് ജീവിതത്തിന്റെ ജീവിത നിലവാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിൽ നിന്ന് അവൻ അക്വയർ ചെയ്യണം. അവന്റെ മാനസിക ബലഹീനതയോ അല്ലെങ്കിൽ ദുരാഗ്രഹമോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റിയോടുള്ള റെസ്പെക്റ്റോ ആയിത്തീരാനുള്ള ഒരു മോഹമോ ഒക്കെ ഈ തൂജയുടെ ഏർലി ചൈൽഡ്ഹുഡിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ട്രൈ ടു ഓവർകം ദ സർക്കംസ്റ്റൻസ് ബൈ ബ്രോസ് ആൻഡ് സ്റ്റീൽസ്. മോഷ്ടിച്ചും കടം വാങ്ങിയും ഒക്കെ അവൻ ഈ മറ്റുള്ളവരെ പോലുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഒരു സ്കൂട്ടർ മേടിച്ചിട്ട് വന്ന് അവൻ ഇഷ്ടപ്പെട്ടു, അവൻ ഇല്ലാത്ത ഒരു കുറവായിട്ട് തോന്നിയാൽ അവൻ മോഷ്ടിച്ചാണെങ്കിലും കടം വാങ്ങിയാണെങ്കിലും കട്ടാണെങ്കിലും കള്ളം പറഞ്ഞാണെങ്കിലും അവൻ അതിൽ കൂടുതൽ ഒരെണ്ണം മേടിച്ചു വന്നിട്ട് അതിനകത്ത് വരുമെന്ന് തൂജയുടെ മനസ്സിൽ. ആൻഡ് ഷോ മേക്കപ്പ് എ ഫോൾസ് ഇമേജ് ഓഫ് ദംസെൽസ്. Tuja has secret obsessions for money, sex, alcohol, and that drive him to go things secretively. പക്ഷെ ഇതും വളരെ ഗോപ്യമായിട്ട് ഇവൻ ചെയ്യത്തുള്ളൂ, വളരെ കലാപരമായിട്ട് അവൻ ചെയ്യും. വീട്ടിലുള്ള സ്വന്തക്കാരെ അമ്മയെ അച്ഛനെയൊക്കെ ആണെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് നുണ പറഞ്ഞും വളരെ സിൻസിയറായിട്ട് ആക്ട് ചെയ്തും വളരെ പൊളൈറ്റായിട്ട് ആക്ട് ചെയ്തിട്ട് അവൻ ഈ ഒന്ന് സെക്സ്, ഒന്ന് മണി, ഒന്ന് ആൽക്കഹോൾ, ഈ 3 കാര്യങ്ങളിലുള്ള ആകൃഷ്ടത, അതിന് പറ്റിയ ഇതെല്ലാം 3ഉം ചെയ്യുന്ന വലിയൊരു നേതാവിന്, ഒരു ഐഡിയൽ പുരുഷന്, പുറത്ത് നല്ലത് പ്രസംഗിച്ചില്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ, അയാൾക്ക് ഈ ദോഷങ്ങൾ ഉണ്ടെന്ന് അവൻ അറിയാമെങ്കിൽ ഇയാളെ ഗുരുവായിട്ട് സ്വീകരിച്ചിട്ട് അവൻ എഴുതി ഒരു അവാർഡ് മേടിക്കുമ്പം ഇതിനകത്തൊക്കെ അവൻ ശരി കണ്ടെത്തും. അപ്പൊ ആ ശരി അവനിൽ വളർത്താനുള്ള ഒരു വ്യഗ്രതയാണ് തൂജയുടെ ഒരു ജെനിസിസ് ഓഫ് പതോളജി നമ്മൾ കാണുന്നത്. ജനറലി ലോ സെൽഫ് എസ്റ്റീം ലൈക്ക് ഐസൊലേഷൻ അഡോപ്സ് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു. ഒരു സമൂഹത്തില് ഇവനെപ്പറ്റി ദോഷമോ അല്ലെങ്കിൽ അവനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നുണ്ടെന്ന് കണ്ടാൽ അല്ലെങ്കിൽ അവന്റെ മോശം പറയുന്നുണ്ടോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ അവിടുന്ന് ഒളിക്കും, അല്ലെങ്കിൽ ഒളിച്ചു മാറി നിൽക്കും. അവൻ പ്രത്യക്ഷത്തിൽ ഫ്രണ്ട് സ്റ്റേജിൽ വരത്തില്ല. അതുകൊണ്ട് ഐസൊലേറ്റ് ചെയ്ത് ഹൈഡപ്പ് ചെയ്ത് മെയിൻ പ്രോഗ്രാം ഒക്കെ കട്ട് ചെയ്താണെങ്കിൽ പോലും ഒരു കല്യാണത്തിൽ അവന്റെ സ്വന്തക്കാരും എല്ലാവരും പോകുന്നുണ്ട്, അതിനകത്ത് ഒരു വില്ലൻ ഇവന്റെ ചില ചേഷ്ടകൾ അറിയാവുന്ന, അല്ല അവൻ കടം മേടിച്ചത് അറിയാവുന്നുണ്ടെങ്കിൽ അവൻ അവിടുന്ന് ഹൈഡ് ചെയ്ത് കളയും. അവൻ അവിടെ പോയിട്ട് ഇതൊരു ഡിസ്കഷന് വഴിയുണ്ടാക്കത്തില്ല. അപ്പൊ അവന്റെ ആ രീതിയിലുള്ള ഒരു എന്താണ് മേക്കപ്പിനെ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ശ്രദ്ധിച്ചോ അറിഞ്ഞോ അത് പരസ്യമാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടെങ്കിൽ അവൻ അവിടെ കാണത്തില്ല, അവൻ ഒളിച്ചു കിടക്കും. അത്രയും വളരെ ഗോപ്യമായിട്ടായിരിക്കും അവൻ ചെയ്യും. അവന്റെ പെരുമാറ്റത്തിൽ ഇപ്പൊ ഏത് പ്രൊഫഷനുള്ളവരാണെങ്കിലും ഒരു വീട്ടിൽ ചെന്നാലും അവന്റെ പെരുമാറ്റം കൊണ്ട് റെസ്പെക്റ്റായി, ലവിങ്ങായി, പൊളൈറ്റായി, ഒബീഡിയന്റ് ആയി അഭിനയിക്കും. പക്ഷെ അവന്റെ കണ്ണുകൾ വേണ്ടാത്തടത്തായിരിക്കും, അല്ലെങ്കിൽ അതിലുള്ള ഒരു ചൂഷണത്തിൽ അവൻ വഴിവെക്കും, അത് മുതലാക്കും, അത് ആസ്വദിക്കും. അപ്പൊ തൂജയുടെ ഒരു 20 വയസ്സ് വരെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞു വെക്കുന്നത്. കൊച്ചുനാളിൽ വീട്ടിൽ നിന്ന് കിട്ടുന്ന
എക്സ്റ്റേണൽ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രെസ്സും അല്ലെങ്കിൽ ആസ്വദിക്കാവുന്ന ഇമോഷണൽ ഫാക്ടേഴ്സും അതിനകത്ത് ഈ ജീൻ വരുന്നത് തന്നെ ഈ ഒരു സൈക്കോട്ടിക് മയാസം, സപ്രഷൻ ഓഫ് ഗൊണോറിയ, മാൽട്രീറ്റഡ് ഗൊണോറിയയുടെ ഒറിജിൻ ഇവനിൽ ഉള്ളത് കൊണ്ടാണ് ഇവൻ ഈ ജീൻസിൽ ഇങ്ങനെ ഒരു തോട്ട്സ് വരണത്. അവന്റെ അച്ഛന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മളൊരു മെഡോറനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മെഡോർണത്തിൽ ഇതിന്റെ വലിയൊരു രാജകീയതയല്ലേ കാണുന്നത്. കാര്യം അവര് വലിയ സെക്സ് ക്ലബ്ബ് തന്നെ നടത്തുന്ന ആളുകൾ. അപ്പൊ അത് ഇവന്റെ തോട്ട്സിലും ഇവന്റെ പേഴ്സണൽ ലൈഫേ ഉള്ളൂ. മറ്റത് കോമൺ ആയിട്ട് തന്നെ വളർത്തിയെടുക്കും മെഡോർണ. അപ്പൊ ആ ഗ്രൂപ്പിൽപ്പെട്ടതിൽ തൂജ കുറച്ചുകൂടെ റിസർവ്ഡ് ആണ്. പക്ഷെ അവര് സെൽഫായിട്ട് ആസ്വദിക്കുമെന്നാ പറയുന്നത്. എല്ലാം മറച്ചു വെക്കും. ബിഹേവിയർ വിത്ത് പൊളൈറ്റ് ആൻഡ് ഗ്രേറ്റ്ഫുൾനെസ്, ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആൻഡ് കാൽക്കുലേറ്റഡ് ടു ഡിയർ ആൻഡ് നിയർ വൺ. അവൻ വളരെ അറേഞ്ച്ഡ് ആയിട്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് അച്ഛനോ അമ്മയ്ക്കോ അവരുടെ ബ്രദേഴ്സിനോ അയൽവക്കത്തുകാർക്കോ ഫ്രണ്ട്സിനോ പിടികെട്ടാത്ത വിധത്തിൽ അവൻ സെക്സും മണിയും മോഷ്ടിക്കുകയും ചെയ്യും, കടം വാങ്ങിക്കുകയും ചെയ്യും. പക്ഷെ പോഷായിട്ട് അവൻ സമൂഹത്തിൽ വലിയ തമ്പുരാനാണെന്ന് നമുക്കറിയാലോ. നമ്മുടെ നാട്ടിലെ പല ആളുകളും പല കുട്ടികളും നമ്മുടെ കൂടെ പഠിച്ച പലരും ഇപ്പോഴത്തെ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ നമുക്കറിയാലോ, ഇയാൾ ഇങ്ങനെ ഒരു തൂജ പേഷ്യന്റ് ആയിരുന്നില്ലേ എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള അവസരം വരും. നമ്മുടെ സമൂഹത്തിൽ അയൽവക്കത്തൊക്കെ ഉള്ളവരിലാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ചെറുപ്പക്കാര് ഭയങ്കരമായിട്ടുള്ള ഇപ്പൊ കോൺട്രാക്ടേഴ്സ് അങ്ങനെയൊക്കെയുള്ള പലരും കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പം ആസ് എ ഹോമിയോപ്പതി ഡോക്ടറുടെ ഒരു മൈൻഡ് കൊണ്ട് സ്റ്റഡി ചെയ്യുമ്പോൾ ഈ പോക്ക് ശരിയല്ല, ആളത്ര ക്ലീൻ അല്ല എന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ അവരൊരു കംപ്ലൈൻസ് ആയിട്ട് വന്നാൽ നമുക്ക് തൂജയിൽ പെട്ടെന്ന് ഇടിച്ചു കയറാൻ പറ്റും. അവരുടെ ഹൈപ്പർ ടെൻഷൻ ആയാലും സിറോസിസ് ഓഫ് ലിവർ ആയാലും ഈവൻ ക്യാൻസർ ആയാലും അലൂസിനേഷൻ ആയാലും ഡെലൂഷൻസ് ആയാലും ഒക്കെ നമുക്ക് തൂജയെ പറ്റി ചിന്തിക്കാൻ നല്ലതായിരിക്കും. I don't want themselves to be discovered. Manipulate nature behind their sweetness. അപ്പൊ എന്തവന്റെ ജാടയില് സ്വീറ്റ്നെസ്സും പൊളൈറ്റ്നെസ്സും ഒക്കെ ഉണ്ടോ അതിനകത്തൊരു മാനിപ്പുലേഷൻസ് ഉണ്ട്. അപ്പൊ ഡോക്ടർ തന്നെ അയ്യോ ഡോക്ടറെ പറ്റി എന്തൊരു ഭയങ്കര പേരാ. ഞാനും പല പ്രാവശ്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ വന്ന് ക്യൂ നിൽക്കാനൊക്കെ കഴിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഡോക്ടറെ പറ്റി ഭയങ്കര പേരാ. ഡോക്ടർ കൈ വെച്ചാൽ അപ്പൊ തന്നെ അസുഖം പോകുമെന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കും തുടക്കം തന്നെ. അപ്പൊ നമ്മൾ ഇടിച്ചു കയറി അവന്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സിംറ്റംസിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവന് ഹൈഡപ്പ് ചെയ്തു പോകും. അങ്ങനെയൊന്നുമില്ല ഡോക്ടറെ, ഞാൻ വല്ലപ്പോഴും ഒരു പെക്കൊക്കെ അടിക്കുമെന്നല്ലാതെ. മറ്റൊക്കെ ആളുകൾ അസൂയ കൊണ്ട് പറയണതാണ്, എല്ലാ കാര്യമൊന്നും. കടമൊന്നും എനിക്കില്ല, അങ്ങനെയൊന്നുമില്ല. എന്റെ ഒരു കൂട്ടുകാരൻ മേടിച്ചു തന്നിനി, പിന്നെ കൊടുത്ത് തീർക്കണം. കുറച്ച് കാശുണ്ടാ കൊടുത്ത് തീർന്നാൽ മതി, അത് കടമൊന്നും അല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പൊളൈറ്റ് ആയിട്ട് അവന്റെ ഇമേജിനെ, അവന്റെ സ്റ്റാറ്റസിന്റെ, അവന്റെ സോഷ്യൽ പൊസിഷനെയൊക്കെ അവന്റെ വെള്ള ഷർട്ടിൽ മഷി വീഴാതെ, കറ വീഴാതെ, അഴുക്ക് വീഴാതെ അവൻ മെയിൻറ്റെയിൻ ചെയ്തു പോകും. അങ്ങനെ പോയിക്കും. മാനിപ്പുലേറ്റ് നേച്ചർ ബിഹൈൻഡ് ദെയർ ഏജ് സ്വീറ്റ്നെസ്. തൂജ ഹാസ് ടു പേഴ്സണാലിറ്റി, വൺ ഔട്ട്സൈഡ് ആൻഡ് വൺ ഇന്നർ. അങ്ങനെ അകത്ത് ഇതിനോട് ഈ ആൽക്കഹോള്, മണി സെക്സ്, ഇതൊക്കെ ഇമ്മോറൽ ആൻഡ് ഇല്ലീഗലാ. ആ ഒരു കാറ്ററാക്ട് ഇന്നറും പുറത്ത് വളരെ പൊളൈറ്റ്, സിൻസിയർ, ഒബീഡിയന്റ്, ലവിങ്. ഈവൻ വീട്ടിൽ പോലും അമ്മയ്ക്ക് ചിലപ്പോ എന്തെങ്കിലും സംശയം തോന്നിയാൽ പോലും അതിനവൻ മറിച്ചിട്ട് ചിന്തിച്ചു കളയുമെന്നാ പറയുന്നത് തൂജ. ട്രൈ ടു ഹൈഡ് ദ ഇന്നർ പേഴ്സണാലിറ്റി ദാറ്റ് ദേ ഡോണ്ട് വാണ്ട് ടു ബി ഡിസ്കവേർഡ്. ആരും കണ്ടുപിടിക്കാത്ത വിധത്തിൽ കലാപരമായിട്ട് ഇത് ഹൈഡപ്പ് ചെയ്തവൻ കാര്യങ്ങൾ സാധിച്ചെടുക്കുമെന്ന്. ദെൻ പ്രോഗ്രസ് ഓഫ് ദ ഇമോഷണൽ പാത്വേ. അങ്ങനെ പോയി, അങ്ങനെ വളർന്നു. സ്കൂളിലാണെങ്കിലും കോളേജിലും ഒക്കെ ആണെങ്കിൽ കുറെ പേര് ദുഷ്പേരും, കുറെ പേര് അപകടത്തിൽപ്പെടുകയും ഇവന്റെ ചേഷ്ടകൾക്ക് വിധേയമാകുകയൊക്കെ ചെയ്തിട്ട് ഇവനൊരു യൂണിയൻ നേതാവൊക്കെ ആയിട്ട് വേറൊരു പേജ് ഉണ്ടായി. അപ്പോഴും അവന് പറയണ യൂണിയൻ നേതാവാകാൻ ഇതൊന്നും മോശമല്ല, ഇല്ലെങ്കിൽ അത്യാവശ്യമാണ്, എന്നാലും ആദരിക്കപ്പെടും, വാഴിക്കപ്പെടും, ഭാവിയിൽ ഒരു മന്ത്രിയൊക്കെ വേണമെങ്കിൽ ആകാം. അങ്ങനെ അവന്റെ ഐഡിയൽ പുരുഷന്മാരായിട്ടുള്ള മറ്റവരിൽ സ്വപ്നം കണ്ടുകൊണ്ട് അവൻ ഏത് വിധത്തിലും അവന്റെ ലൈഫിനെ ഇങ്ങനെ ഇന്റേണലായിട്ട് നശിപ്പിച്ചുകൊണ്ട് എക്സ്റ്റേണലായിട്ട് അവൻ ഫ്ലോർ അപ്പ് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് പറയണേ. ദെൻ ഇൻ ചൈൽഡ്ഹുഡ്, ലോ സെൽഫ് എസ്റ്റീം ഡ്യൂ ടു സോഷ്യോ കൾച്ചറൽ സ്ട്രെസ്. അവന് അവന്റെ ഫാമിലിയിൽ കണ്ട
അവന്റെ ചൈൽഡ്ഹുഡിൽ കണ്ട അവൻ അമ്മയച്ഛനുമായിട്ടൊക്കെ ഒരേ ബെഡിൽ കൊച്ചുനാള് കിടന്നപ്പോൾ അമ്മാവന്റെ വാട്ടിൽ നിൽക്കാൻ പോയപ്പോൾ, അല്ലെങ്കിൽ അമ്മായി കുളിപ്പിച്ചപ്പോൾ, അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അമ്മാവൻ നോക്കിയപ്പോൾ ഇതെല്ലാം അവന്റെ മനസ്സിൽ അവനും അതായിക്കൂടെ. അതിനകത്ത് എന്തെങ്കിലും രസം കാണുമല്ലോ, അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. ഇതൊക്കെ ചെയ്യുന്ന ഇവരൊക്കെ സമൂഹത്തിൽ വലിയ ആളുകളല്ലേ. അപ്പൊ എനിക്കും അങ്ങനെ സമൂഹത്തിൽ വലിയ ആളുകളാകാൻ മറ്റേ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള എത്തിക്സ് ഒന്നും വേണമെന്നില്ല. അല്ലെങ്കിൽ എത്തിക്സ് എന്നുള്ള അവന്റെ മനസ്സിലുള്ള എത്തിക്സ് ഈ ടൈപ്പാ. അങ്ങനെ ചൈൽഡ്ഹുഡ് കുറേശ്ശെ അങ്ങനെ സോഷ്യോ കൾച്ചറൽ സ്ട്രെസ്സും അതിന്റെ എലിമെന്റ്സും വഹിച്ചിട്ട് ആ മോഹമായിട്ട് അവൻ വരുന്ന അതിന്റെ റിയാക്ഷൻ എന്താ? ഷോർട്ട് ലീവ്ഡ്, ലോ സെൽഫ് എസ്റ്റീം. അവന്റെ മനസ്സിന് ലോലത്തോണ്ട് അവനൊന്നും പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ തരണം ചെയ്യാനോ ശക്തി ഇല്ലെങ്കിലും അവൻ ഇതിനകത്ത് അങ്ങോട്ട് കുറച്ചു നാളാണെങ്കിലും ആസ്വദിച്ച് ജീവിക്കുക. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുമ്പോൾ രാജാവിനെ പോലെ ജീവിച്ചുകൂടെ? അങ്ങനെ ഒരു ഡയലോഗ്സ് ആയിരിക്കും തൂജയുടെ ചൈൽഡ്ഹുഡിലും അഡൽട്ട്ഹുഡിലും പറയുന്നത്. ദെൻ മാച്ചിങ് അപ്പ് വിത്ത് ഹിം ടു സ്റ്റീൽ ആൻഡ് ബറോസ്. കള്ളം പറയും, കാപട്യനിരം കാണിക്കും, കക്കും. അങ്ങനെ അവന്റെ ലൈഫിനെ ഈക്വലൈസ് ചെയ്യും. അവന്റെ ലൈഫ് മുഴുവൻ അങ്ങനെയാക്കി. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, ഒരു ദിവസം പോയി എവിടെയെങ്കിലും പെടും, ഇപ്പോഴൊക്കെ ഈ ജാടയൊക്കെ നടന്നു പോകും. അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിലായിരിക്കും അവന്റെ ഒരു 10, 12 അല്ലെങ്കിൽ 15 വയസ്സിനുള്ള 10ാം ക്ലാസ്സിലൊക്കെയുള്ള സ്റ്റാറ്റസും ജീവിതവും ശൈലിയും അങ്ങനെയായിരിക്കും എന്നാ പറയുന്നത്. ദ ടൈം പ്രോഗ്രസ് ഇറ്റ് ബിക്കം എ പാർട്ട് ഓഫ് ലൈഫ്. ഇപ്പൊ ഓരോ വർഷം കഴിയുന്തോറും ഈ ശൈലിയും ഈ നല്ലതും ദോഷവും അവന്റെ ജീവിതത്തിന്റെ ഒരു പാർട്ടായി പോകുന്നതാണ്. ഇപ്പൊ തൂജയുടെ അഡലസൻസില് ഒരു എക്സ്റ്റേണൽ വാർഡ്സ് ഒക്കെ വന്ന്, അല്ലെങ്കിൽ ഒരു ഗ്ലീറ്റ് ഉണ്ടായി, ഒരു ഗോണോകോക്കൽ ഇൻഫെക്ഷൻ ഉണ്ടായി, ഒരു ആന്റിബയോട്ടിക്സ് കഴിച്ച്, അല്ലെങ്കിൽ വായിൽ അതിന്റെ ഒരു അൾസർ ഉണ്ടായി, അങ്ങനെയൊക്കെയുള്ള ഒരു സിംറ്റംസ് ഒക്കെ വരുമ്പോഴും അവനായി ക്ലൂ പുറത്തു വിടത്തില്ല. ഇപ്പൊ ട്രീറ്റ് ചെയ്യണ ഒരു ആന്റിബയോട്ടിക്സ് മോഡേൺ മെഡിസിൻ ആകുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ആരെങ്കിലും അത് അറിയാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവൻ ഇന്റേണൽ ആയിട്ടുള്ള ഒരു പരിശോധനയ്ക്കോ വിധേയവാദത്തിൽ അവൻ സമ്മതിക്കത്തില്ല. ഹെഡപ്പ് ചെയ്യും. അവന്റെ പുറത്ത് സുപ്രീമായിട്ടുള്ള ഡ്രസ്സ് ഒരു ബട്ടൺ ഊരി കാണിക്കാൻ പോലും അവൻ സമ്മതിക്കത്തില്ല, അനുവദിക്കത്തുമില്ല. അപ്പൊ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ പൊള്യൂഷൻ അറിയാനുള്ള ഒരു എക്സ്റ്റേണൽ ക്വസ്റ്റ്യനും എക്സ്റ്റേണൽ പരിശോധനയ്ക്കും അവൻ അത്ര ഹൈഡപ്പ് ചെയ്ത്, കലാപരമായിട്ട് അവൻ ഹൈഡപ്പ് ചെയ്ത് അൺഡിസ്കവേർഡ് ആയിട്ട് കൊണ്ടുപോകാൻ അവൻ മാക്സിമം തറപ്പണി മുഴുവൻ കാണിക്കും. അവന് കലാപരമായിട്ട് അതിന്റെ പാർട്ടായി തീരുമെന്നാണ് പറയുന്നത്, അതിന്റെ ഒരു കൃഷി. അങ്ങനെ ഒരു 16 17 SSLC കഴിഞ്ഞ് അറ്റ് ദ ഏജ് ഓഫ് 19 or 20 he has learned the art of manipulation. ഇത് നല്ല ശുദ്ധമായിട്ട് കബളിപ്പിക്കലും കടം മേടിക്കലും പിന്നെ ഇമ്മോറൽ സെക്സും ഒക്കെ അവന്റെ ജീവിതത്തിന്റെ ഒരു പടമായി ആരും അറിഞ്ഞില്ല എന്ന് ധരിച്ചുകൊണ്ട് അവൻ ഇതെല്ലാം വിരാജിച്ചു പോകുന്ന ഒരു 20-22 കാലമാണ് തൂജയുടെ ഒരു പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഒരു ജോലിയൊക്കെ കിട്ടി ഒരു BSc ഒക്കെ പഠിക്കുന്ന കാലമാകുമ്പം, പഠിച്ചും പഠിക്കാതെ അല്ലെങ്കിൽ തൊഴിൽ തേടി അച്ഛൻ്റെ കൂടെ പോകുന്ന കാലമാകുമ്പം അവന്റെ ക്യാരക്ടർ along with the secret obsession, sex and alcohol became a part of his life. ഈ മാനസിക സംഘർഷം, കുറ്റബോധം, കടം, അവന്റെ മോഷ്ടാങ്ങൾ ആരെങ്കിലുമൊക്കെ അറിഞ്ഞു പിടിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളുകയില്ലാത്തവനാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന അവസരത്തിൽ അവൻ ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും ഒരു 22-23 വയസ്സൊക്കെ ആകുമ്പോൾ ഉണ്ടാകും. അങ്ങനെ ഒരു പാർട്ട് ഓഫ് ലൈഫില് സെക്സും ആൽക്കഹോളും പിന്നെ സ്റ്റീലും ബൊറോസും ഒക്കെ ഒരു പാർട്ടായിട്ട് മാറും ജീവിതത്തിൽ. ബൈ ഗ്രാജുവലി ഗ്രോയിങ്, ഡൂയിങ് ആൻഡ് പ്രാക്ടീസിങ് ദ ഒബ്സഷൻസ്, ദ സെൽഫ് ഡൗട്ട് ഗ്രോയിങ് ആൻഡ് ബ്രെയിൻ ബിക്കം ഫോഗി. അങ്ങനെ ഇതിനെപ്പറ്റി കുറച്ചുപേര് വഴക്ക് പറഞ്ഞു. അവനൊന്നും ഒരിടത്തും എത്തിപ്പറ്റാൻ പറ്റിയില്ല. അവന്റെ കൂടെ അന്ന് പഠിച്ചവരൊക്കെ വലിയ ആളുകളായി. പിന്നെ ആൽക്കഹോളിസം കൊണ്ടുള്ള ദോഷം, ഉറക്കമില്ലായ്മ, വൊമിറ്റിംഗ്, സിറോസിസ് ഓഫ് ലിവർ, ഫാറ്റി ലിവർ,
അവന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ പോയി, കരളിന്റെ ബ്ലാക്ക് ഡിസ്കളറേഷൻസ് വന്നു. ഒരിക്കല് ആശുപത്രി അഡ്മിറ്റ് ചെയ്തു വന്നു മദ്യം ഒഴിച്ചിട്ട്. അപ്പൊ അതിന്റെ ദോഷങ്ങൾ, ഡോക്ടറുടെ വാണിങ്, ഒരു വശത്ത് ജോലി കിട്ടിയില്ല, മറ്റവന്റെ കൂടെ പഠിച്ചവർക്ക് ജോലിയുണ്ട്. അങ്ങനെ അവൻ ആകെ മെന്റലി വറീഡായി. പിന്നെ ഏൽമെന്റ്സ് ഫ്രം അവന്റെ ഡൂയിങ്സ്, ആരും അവന് റെസ്പെക്ട് കൊടുക്കാതായി, കടം മേടിച്ചവര് തിരക്കി വരാറായി, വീട്ടിലച്ഛന്റെ വഴക്കായി, അമ്മയുടെ വഴക്കായി, വീട്ടില് വല്ലപ്പോഴും ആണെങ്കിലും അച്ഛൻ കള്ളനാണെന്നോ അല്ലെങ്കിൽ വൃത്തികെട്ടവനാണെന്നോ പോക്രിയാണെന്നോ നാറിയാണെന്നോ ഒക്കെ ഉള്ള അഭിസംബോധന സമൂഹത്തിലൊക്കെ കിട്ടി. അങ്ങനെ അവനൊരു മെന്റലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ഫാഗ്, മനസ്സിന് ഒരു മൂടൽമഞ്ഞ് വ്യാപിച്ച പോലുള്ള ബ്രെയിൻ ഫാഗിലോട്ട് തൂജ 24, 25, 26 വയസ്സിൽ മാറുക. With the effect of years of hiding and distorts his thoughts, process will become OCD, obsessive compulsive disorder ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു പ്രതിഭാസം അവന്റെ സ്വഭാവത്തിൽ വളരുകയും അത് അസുഖമായിട്ട് വളരുകയും. ഇപ്പൊ ഒരു പെട്ടെന്ന് ഭക്ഷണം കഴിച്ച ഉടനെ കക്കൂസിൽ പോവുക, അൺനോട്ടീസ്ഡ് ഫ്ലാറ്റസ് ആകുക, ഒഫൻസീവ് ഫ്ലാറ്റസ് ഇൻ പബ്ലിക് ആകുക. പഠിയാ നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വലിയ ലീഡർ, പിന്നെ അദ്ദേഹത്തിന്റെ MLA സ്ഥാനമൊക്കെ കഴിഞ്ഞ് ഒരിക്കൽ മന്ത്രിയായിട്ടുള്ളതാണ് കുറച്ചു നാള്. അദ്ദേഹത്തിനുള്ള ഏജ്ഡ് ആയാലും ഒരു 60-62 ആയപ്പോ സിറോസിസ് ഓഫ് ലിവർ വന്നു. ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോ ഏറ്റവും വലിയ, എന്നിട്ടും ആളുകളെന്ന് അറിഞ്ഞില്ല. പിന്നെ MLA സ്ഥാനത്തിന് സെലക്ട് ചെയ്യാവുന്ന വിധത്തിൽ ഗ്ലാമറായിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് ആളുകൾക്ക് അദ്ദേഹത്തിന്റെ കുഴപ്പം വന്നതിനാ ഭക്ഷണം കഴിച്ച ഉടനെ ബാത്റൂമിൽ പോകണം. ബാത്റൂമിൽ പോകാൻ താമസിച്ചു അൺനോട്ടീസ്ഡ് ആയിട്ടുള്ള ലൗഡ് ഫ്ലാറ്റസ് വരും. ഫ്ലാറ്റസിന് ഭയങ്കര ഒഫൻസീവ്നെസ് ആണ്. അപ്പൊ ഇത് കാരണം അദ്ദേഹത്തിന് ഒരു സദസ്സിലോ ഒരു കോൺഫറൻസിനോ ഒരിടത്തും പോകാൻ പറ്റാതായി. അദ്ദേഹത്തിന് തന്നെ ഈ ഫൗൾ സ്മെല്ലിങ് ഫീൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ആളുകളൊന്ന് ചിരിക്കുക, കൈമുക്കെ തൊടുക അല്ലെങ്കിൽ തിരികെയൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇതുകൊണ്ടാണെന്നുള്ള ഒബ്സസീവ്നെസ് ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് മോഡേൺ മെഡിസിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. സൈക്കാട്രിക് മെഡിസിൻ കൊടുത്ത് അദ്ദേഹത്തിന് ഉറക്കം മാത്രം വെച്ചില്ല. ആരോ പറഞ്ഞടിച്ച് എൻ്റെ അടുത്ത് വന്നതാണ്. ഞാൻ അദ്ദേഹത്തിന് എന്റെ പ്രീവിയസ് ഹിസ്റ്ററി കുറെ ഇതുപോലുള്ള ഒരു ശൈലിയൊക്കെ കൊണ്ട് ഒരു ഫിക്സഡ് ഐഡിയ ആയിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ മണം ഉണ്ടെന്നും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ. അപ്പൊ ഫിക്സഡ് ഐഡിയ തൂജയുടെ ഒരു കാര്യമാണ്. തൂജയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞാൻ തൂജ വണ്ണം കൊടുത്തു, വലിയ കാര്യമായിട്ട് കുറവൊന്നും കിട്ടിയില്ല. കുറച്ചൊരു ഒബ്സസീവ്നെസിന്റെ റേറ്റ് കുറഞ്ഞെന്നാലും ഫൗൾ സ്മെല്ലൊന്നും മാറിയില്ല. അവസാനം നമ്മൾ കൊടുത്ത മെരിക്ക ടിൻഡറും റെസ്ക്ലാബ്രായും കൂടെ 30 ഒരു 3-4 months കൊണ്ട് 90% മാറി. അദ്ദേഹം രക്ഷപ്പെട്ടു. സ്റ്റിൽ ഇപ്പോഴും അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഒരു MLA കാമുകനായി രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ആ ഒരു പ്രീവിയസ് ഹിസ്റ്ററി നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഇത് വളരെ നമുക്ക് സൈലന്റ് ആയിട്ട് ഇരുന്ന് കണ്ണടച്ച് പതുക്കെ ഇങ്ങനെ ചോദിച്ചു വരുമ്പോ അന്നത്തെ എങ്ങനെ ലൈഫാണ്, അന്ന് ഭയങ്കര വില്ലനായിരുന്നല്ലോ, കോളേജിൽ ചെയർമാൻ ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അന്ന് ആസ്വദിക്കാത്ത കലകളൊന്നും ഇല്ലല്ലോ. ഇല്ല ഡോക്ടറെ, ഞാൻ ആസ്വദിക്കാത്ത കലകളൊന്നും ഇല്ല. എത്ര പേര് സാറിനെ ഇത്രയും വില്ലനായിട്ടിരുന്നപ്പോ കാമുകിമാരൊന്നും ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു. പ്രീ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു, BSc ഉണ്ടായിരുന്നു, കോളേജിൽ ചെന്നപ്പോഴും ഉണ്ടായിരുന്നു, അല്ലാതെ തന്നെ നാട്ടിലുണ്ടായിരുന്നു, രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ എങ്ങനെയാണ് അങ്ങനെ ഇഷ്ടപ്പെട്ട് ഭാര്യയാകുമെന്നുള്ള മോഹത്തിലാണ്. കുറെ പേരൊക്കെ അങ്ങനെ മോഹിച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ എന്തെങ്കിലും കൈപ്പിഴ വന്നിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ എന്റർടൈൻ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. ഇവരൊക്കെ ഓരോരുത്തരുടെ ലൈഫൊക്കെ തേടിപ്പോയി. ഇത് ഈ സ്റ്റൈലിൽ വിത്ത് റെസ്പെക്ട് നമുക്ക് ഈ കേസ് എടുക്കാൻ പറ്റുമെന്നുള്ളൂ. അല്ലാതെ ഒരു ഡയറക്റ്റ് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരും അക്സെപ്റ്റ് ഇല്ല. കാര്യം പ്രത്യേകിച്ച് തൂജ അയഡപ്പി. ഇപ്പൊ അദ്ദേഹത്തിനെ കൂടെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ആ ലീലാവിലാസങ്ങൾക്ക് നമ്മളുടെ ഒരു സരസമായ ഒരു ചർച്ചയിലൂടെ ഇത് എല്ലാം ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതുപോലെ ഒരു തൂജ പേഷ്യന്റിനെ നമുക്ക് തളക്കാൻ പറ്റത്തും. Then hiding and disorder his thought process will go OCD and other obsessive disorder and delirium. അങ്ങനെ ഒരു ഡെലീരിയ അവസ്ഥയിലോട്ട് ഒരു പാരാസോണിക് ഡിസീസ് കണ്ടീഷനോട്ട്
ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയാണ് തൂജയുടെ ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴുള്ള ഒരു അവസ്ഥ. വിത്ത് ഡെലീരിയം വിത്ത് ഫിക്സഡ് ഐഡിയ അബൌട്ട് ദ ഡെമൻസ് ആൻഡ് സ്പിരിറ്റ്സ്. ആ അവസ്ഥയിലായിരിക്കും പിന്നെ പിശാചിനും ഇന്റേണലായിട്ടുള്ള ഇൻഫ്ലുവൻസുകളും സ്പിരിറ്റ്സ് ദൈവിക വചനങ്ങളും എന്നിലെ ഈ ഡെലൂഷന്റെയും ഡെലീറിയത്തിന്റെ ഒക്കെ ഒരു മാസേജിൽ അല്പം ആൽക്കഹോളിസം കൂടെ സ്റ്റിൽ റിമെയിൻ ഉണ്ടാകുമ്പോൾ എന്താ, ദൈവവചനങ്ങൾ വായിക്കുക, സമൂഹത്തിൽ ദൈവപ്രവാചകനാകുക, തൊട്ടവരെയൊക്കെ അനുഗ്രഹിക്കുക, ഹോമം നടത്തി ആളുകളെ രക്ഷിക്കുക, കാഷായ വസ്ത്രമോ അല്ലെങ്കിൽ വെള്ള വസ്ത്രമോ ഒക്കെ ധരിച്ചിട്ട് അവര് വലിയ പൂജാരിയായിട്ടും ദിവ്യനായിട്ടും സെയിന്റായിട്ടും പ്രീസ്റ്റായിട്ടും ഒക്കെ ഭൂമിയിൽ അവതരിപ്പിച്ച് പ്രസംഗിച്ചു ആളുകളെ. അവിടെയും കൾട്ടിവേഷൻ ആൻഡ് മാനിപ്പുലേഷൻ, സെക്സ് ആൻഡ് മണി, ഹൈഡിങ്, ഈ 4 കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നമ്മളിപ്പോ സ്റ്റിൽ നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന കുറെ കാര്യങ്ങൾ. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ അവർ തൂജ ഭയങ്കരമായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്കൊക്കെ ഓരോ കേസസ് താമസിയാതെ വരും. അത്രയും കലാപരമായിട്ടാണ് നമ്മൾ ഈ തൂജ ഇപ്പൊ പഠിച്ചിരിക്കുന്നത്. അപ്പം അവരിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഡെലൂഷനാണ്, ഒരു അലൂസിനേഷൻ ഓഫ് സം സുപ്രീം പവർ ഈസ് വിത്ത് അസ്. ദ സോൾ ആൻഡ് ബോഡി വെർ സെപ്പറേറ്റഡ്. ഒരു പറയാനിരിക്കുമല്ല, ഞാൻ, എന്റെ മനസ്സ്, എന്റെ ചിന്ത, ഇത് 3 സെപ്പറേറ്റ് ആണ്. ഇത് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ വി ബിക്കം ഡിവൈൻ ആൻഡ് ഗോഡ് ഇറ്റ്സെൽഫ്. 3 ഇപ്പൊ എന്റെ പേര് മറിയാമെന്നാണല്ലോ പറയണേ, അല്ല ഞാൻ മറിയാമെന്ന് പറയുമോ? പറയത്തില്ല. അപ്പൊ ഞാൻ വേറെ, മറിയാമ്മ വേറെ, എന്റെ മനസ്സ് വേറെ. ഇപ്പൊ നമുക്ക് അർത്തങ്ങപ്പള്ളി ഇരിക്കുന്ന നടയിൽ പോയി നമസ്കരിച്ച് തിരിച്ചു വരാമോ? നമ്മളിവിടെ ഇരുന്നാ പോരെ? ഇവിടെ ഇരുന്നോണ്ട് ചിന്തിക്കുക, നമ്മൾ അർത്തങ്ങപ്പള്ളിയില് വെളുത്തച്ഛന്റെ പാതാരബന്ധങ്ങളിൽ നമ്മൾ നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ബ്ലെസ്സിങ് മേടിക്കുന്നു. നമ്മളിവിടെ ഇരുന്നാ പോരെ? അപ്പൊ നമ്മുടെ മനസ്സേലെ എന്റെ ഡിഫറെന്റ് ഫ്രം അവേഴ്സ്, അവർ ബോഡി. അപ്പൊ ഇത് 3 വേറെയാണെന്ന് ആധികാരികമായിട്ട് പ്രസംഗിച്ച് പ്രവർത്തിച്ചൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലോട്ട് ഈ ഡെലൂഷൻസ് അങ്ങ് വളരുക. സ്പിരിറ്റ് ആൻഡ് ഡെമൻസ്. അപ്പൊ തൂജ ദൈവപ്രവാചകനായിട്ട് മാറുക. വൈറ്റ് ആൻഡ് വൈറ്റോ ബ്ലൂ ആൻഡ് ബ്ലൂവോ കാതിയോ കറുപ്പാൻ കറുപ്പോ ഒക്കെ അടിച്ചിട്ട് അങ്ങനെ ഭയങ്കര പ്രഭാഷകനാകുവാണ്. അവിടെയും മാനിപ്പുലേഷൻസ് അറിയാമല്ലോ. അതുകൊണ്ട് അവര് എവിടെ തുടങ്ങിയാലും ആളുകളെ കൂട്ടാൻ അറിയാം, കൃഷി ചെയ്യാൻ അറിയാം, ഈ പരിപാടി ചെയ്യാൻ അറിയാം, കാശുണ്ടാക്കാൻ അറിയാം. പക്ഷെ കാശുണ്ടാക്കി കഴിയണത് എല്ലാവരുടെ മോട്ടിവിറ്റി മറ്റേ 2 കാര്യം, സെക്സ് ആൻഡ് ആൽക്കഹോൾ. അപ്പൊ അങ്ങനെ തീരുക. ദ സോൾ ആൻഡ് ബോഡി വെർ സെപ്പറേറ്റഡ് അണ്ടർ കൺട്രോൾ ഓഫ് സം സുപ്രീം ഹ്യൂമൻ ബീയിങ് ആൻഡ് ഡുവൽ പേഴ്സണാലിറ്റി. He cannot break away. ആ ചിന്തയിൽ നിന്നും അയാൾക്ക് ഒരിക്കലും അതിനെ ബ്രേക്ക് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അത്രയും അവന്റെ അലൂസിനേഷൻ, ഡെലൂഷൻ അവനെ ഇൻഫ്ലുവൻസ് ചെയ്ത്. കാര്യം അത് തുടങ്ങിയതിന്റെ റൂട്ട് ഇൻ ചൈൽഡ്ഹുഡ് ഓൺവേഴ്സാ. പിന്നെ ഡെലൂഷൻ എന്താ? നെയിൽ ഹാസ് ഡ്രോൺ ഇൻ ദി റൈറ്റ് പെരേറ്റൽ ബോൺ ആൻഡ് ക്ലേവസ് ഇൻ ദ ലെഫ്റ്റ് ഫ്രോണ്ടൽ എമിനന്റ്. അപ്പൊ ലെഫ്റ്റ് ഫ്രോണ്ടൽ ഹെഡേക്ക്, left frontal headache extending to parietal bone and occipital with the delusions as if head is broken glass or burst pieces. അങ്ങനെയൊക്കെ നമ്മൾ തൂജയുടെ ബാക്കി ഡെലൂഷൻസും കൂടെ ചേർക്കും. മൈഗ്രെയിനൊക്കെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന കാര്യം. ആൻഡ് ഷീ ഈസ് മേഡ് അപ്പ് ഓഫ് ഗ്ലാസ്, വിൽ നോട്ട് അലോ എനിബഡി ടു അപ്രോച്ച് ഹിം. അല്ല, പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ അവരെന്താണ്, ഹോമകുണ്ടത്തിൽ അടുത്തിരിക്കുമ്പോഴും പ്രാർത്ഥനകളിലിരിക്കുമ്പോഴും പരിവാരങ്ങളെയൊക്കെ അകത്ത് നിർത്തിയിട്ട് അവര് ഒറ്റയ്ക്ക് വെക്കും, ഒറ്റയ്ക്ക് തിന്നും, ഒറ്റയ്ക്ക് ഫുഡ്. കാര്യം അത്രയും ഡിറ്റാച്ച്ഡ് ഫ്രം ദ പബ്ലിക്. വെജിറ്റേറിയൻ ആണെന്ന് ഉണക്കെ പറഞ്ഞിട്ട്
പ്രീസ്റ്റിന്റെയും സ്വാമിയുടെ ഒക്കെ വേഷം കെട്ടിയിട്ട് കോഴിയിറച്ചിയും പന്നിയിറച്ചിയും രാത്രിയും ചെയ്യുന്ന നമ്മുടെ ജഗദീഷ് ശ്രീകുമാറിന്റെ സിനിമ കണ്ടിട്ടുള്ളതൊക്കെ കണ്ടിട്ടില്ലേ? അത് തൂജയുടെ ഒരു ക്യാരക്ടർ. The limbs are made up of glass. The head is made up of glass. The body is entirely made up of glass. Delusions are. He thinks she is pregnant. അതാണ് അവര് സ്യൂഡോസൈസിസ്. ഞാൻ പ്രഗ്നന്റ് ആണ് കണ്ട, എന്റെ വയറ് വീർക്കും, അവരുടെ വയറ് വീർത്തിരിക്കും, അവർക്ക് ഏർലി മോർണിംഗ് നോഷ്യ, ഡെലിവറി ഗർഭിണിയായി കഴിയുമ്പോഴുള്ള ഛർദിൽ അവർക്കുണ്ടാകും, വയറ് വീർത്തിരിക്കുന്നുണ്ട്. അവർ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ വയറ് വീർത്ത് ഒരു 3rd month പ്രഗ്നന്റ് ആണെന്ന് അവർ സ്വപ്നം കാണും. ഗർഭിണികളായ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന എക്സ്ട്രാഓർഡിനറി ക്രേവിങ്സ് ഒക്കെ കാണിക്കും. അതിന് സ്യൂഡോസൈസിസ് എന്നാ പറയുന്നത്. 4 മെഡിസിനാണ്. ഒന്ന് ക്രോക്കസൈഡ, ഒന്ന് സ്മോസ്കിറ്റ, സൾഫർ ആൻഡ് തൂജ. ഈ 4 മെഡിസിനാണ് സ്യൂഡോസൈസിസ് ഉള്ളത്. In the later stage, any one of the above delusions strongly disturb their life as a bipolar or psychic personality. അങ്ങനെ ബൈപോളാർ ഡിസീസ് ഉള്ള വലിയൊരു മെന്റൽ ഡിസീസിന് വിധേയമായിട്ട് തൂജ പേഷ്യന്റ് എന്റെ ജീവിതം ടെർമിനേറ്റ് ചെയ്യുമെന്നാ പറയുന്നത്. പോസ്റ്റ് നേറ്റൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, പോസ്റ്റ് നേറ്റൽ ഡിപ്രഷൻ, പ്രസവം കഴിഞ്ഞിട്ടുള്ള ഡിപ്രഷന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് മറ്റുള്ളത്. അപ്പൊ ആ തൂജയുടെ വർണ്ണന ഇത്രയോ. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോസേറ്റീവ് അല്ലെങ്കിൽ സിസ്റ്റമിക് ഒരു സൈക്കോട്ടിക് മെഡിസിനായ തൂജയുടെ എങ്ങനെ മയാസം ഡെവലപ്പ് ചെയ്യുന്നു, എന്നെങ്ങനെ ഡിസ്ട്രക്റ്റീവ് ആകുന്നു, എങ്ങനെ അയാളുടെ ജീവിതം എൻഡ് ചെയ്യുന്നു, എങ്ങനെ അയാളുടെ അഡൽട്ട്ഹുഡ്, ചൈൽഡ്ഹുഡ്, എബവ് 40 ഒക്കെ വിരാജിക്കുന്നു, നശിപ്പിക്കുന്നു. നമുക്ക് സമൂഹത്തിൽ ഒത്തിരി ആളുകളെ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു അവസരത്തിൽ തലവേദനയായിട്ടോ വയറ്റിലെസ്സോ ആയിട്ടോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനായിട്ടോ ഡയബറ്റീസ് ഒക്കെ ആയിട്ട് വന്നാൽ നമ്മളിട്ടിരുന്ന കസേര ഇരിക്കുന്നത് തന്നെ അവരൊരു കാല് പൊക്കിയിട്ട് വളരെ കലാപരമായിട്ട് ഒരെണ്ണം താഴെ ഇട്ട് രസകരമായിട്ടായി. നമ്മുടെ കൊണിയാണെ 2 കാലും കൂടെ പൊക്കി കസേര ഇരിക്കുന്ന പോലെ തൂജ. അപ്പൊ എത്രയോ ഡെപ്തിലാണ് സാമുവൽ ഹെൻമാൻ പ്രൂവ് ചെയ്തതാണ് തൂജ. പാരംഗ്ടനാണ് അതിനെപ്പറ്റി ഈ തലത്തിൽ ഒരു വർണ്ണന ഉള്ളത്. ഒരു 5 പുസ്തകത്തിന്റെ അബ്സ്ട്രാക്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അത് സംയോജിപ്പിച്ചിരിക്കുന്ന സുബ്രത ബാനർജിയ, അദ്ദേഹത്തിന്റെ ബുക്കിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് എന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് നിന്ന് നമ്മൾ കടമെടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കാര്യമാണ്. അപ്പൊ ഇനി ഒരു 10 മിനിറ്റ് ഉണ്ട്. ഇനി തൂജയുടെ ബാക്കിയുള്ള സിംറ്റംസും അതിന്റെ എത്തിയോളജി, പ്രോസസ്സ്, സിംറ്റംസ് ഒക്കെ 1 ക്ലാസ്സോ 1.5 ക്ലാസ്സോ ഒക്കെ കൊണ്ടേ തീരത്തുള്ളൂ. അതിനകത്തോട്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പൊ നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. 10:30 ആയില്ലേ. അപ്പൊ എനി ഡൗട്ട്സ് അല്ലെങ്കിൽ എനി എക്സ്പ്ലനേഷൻ യു വാണ്ട് അബൌട്ട് ദിസ് നറേറ്റിംഗ് സിംറ്റംസ് യു ക്യാൻ. സാറേ, ഇവരിപ്പോ 40 വയസ്സൊക്കെ ഏകദേശം നമ്മളായി. ഒരു 50-60 വയസ്സൊക്കെ ആകുമ്പോഴും അവരുടെ 50-60 വയസ്സൊക്കെ ഇവര് 60-65 വരെയൊക്കെ പോകത്തുള്ളൂ. കാര്യം ഇതിന്റെ ഡെലൂഷൻസ് അല്ലെങ്കിൽ ഇവരുടെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ താമസിച്ചാണ് തുടങ്ങിയെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഹൗസ് ഹോൾഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫ്ലുവൻസ് അല്ല, പുറത്ത് വന്നിട്ട് അവരോട് സെൽഫായിട്ടുള്ള സപ്രഷൻ ഓഫ് മാൽ ട്രീറ്റഡ് ഗൊണോറിയാണ് ഇത് കോസ് ചെയ്തെങ്കിൽ കുറെ കൂടെ നാളുകൂടെ പോകുമല്ലോ. അല്ലെങ്കിൽ വാക്സിനേഷൻ സപ്രസ് ചെയ്തെന്ന് പറയുന്നത് ഈ കേസസിലൊന്നും അവർ സ്കിൻ ലീഷൻസിലൊക്കെ. പക്ഷെ ശരിക്കും മാൽട്രീറ്റഡ് ഓർ ഇൻട്രീറ്റഡ് ഓർ ഗൊണോറിയ ഇറ്റ്സെൽഫ് എഫക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു അടുക്കുചാലിൽ നീന്തുന്നതാണല്ല ഈ പിന്നെ ലൈഫിന്റെ പൊള്യൂഷൻ ആണല്ല ഗൊണോറിയ എന്നൊക്കെ പറയുമ്പോഴേ. ആ ഗൊണോറിയയുടെ അൺഹൈജീനിക് മൈൻഡും ബോഡിയും അവരുടെ ഡൂയിങ്സും അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ മാനിപ്പുലേഷൻസും ഒക്കെ കൂടിയാണ് തൂജയാക്കുന്നത്. അപ്പം അത് ഇപ്പൊ ഒരു ഏത് പ്രൊഫഷനിലായാലും അതിന്റെ ടെർമിനൽ സ്റ്റേജ് ഇങ്ങനെയായിരിക്കും. അപ്പൊ ടെർമിനൽ സ്റ്റേജിലായിരിക്കും പലരും ട്രീറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് നല്ലപോലെ രസകരമായിട്ട് ഒരു MND പേഷ്യന്റ് ഉണ്ട്, അമൃതയെന്ന് ഉപേക്ഷിച്ചു വിട്ടത്. ആ പേഷ്യന്റ് ഇപ്പൊ ഇമ്പ്രൂവ് ചെയ്യണം. അയാൾക്ക് ഡിസ്പേജിയ ആയിരുന്നു പ്രശ്നം. വെള്ളം ഇറക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റത്തില്ല.
അപ്പൊ ഞാൻ തൂജ വിത്ത് സംസാരിക്കാൻ പറ്റാത്തതിൽ അയാൾക്ക് നാക്കിനൊരു കുഴപ്പമില്ല. അപ്പൊ ഡിസ്ലെക്സിയ വിതൗട്ട് ദി പാരാലിസിസ് ഓർ വിതൗട്ട് ദ ഡിസീസ് ഓഫ് ടങ്, ബോത്രോപ്സ് ആണ്. ഇപ്പൊ ഞാൻ ബോത്രോപ്പ് 01, ഫ്രൈസ്റ്റൈല്, കാലിപ്പോസ് 3X, തൂജ 1 ഇപ്പൊ കൊടുത്ത 3 മാസമായി. പക്ഷെ പേഷ്യന്റ് ഇസ് ബെറ്റർ. അപ്പൊ അദ്ദേഹത്തിന്റെ കഥയിലും ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ദുബായ് എക്സ. അപ്പൊ അവിടെ പോയിട്ടുള്ള ഈ ഇതും റൊട്ടേറിയൻ ആർന്ന് വൈഫ് ഇന്നർ വീലിന്റെ ആളാണ്. വേറെ ഒത്തിരി സോഷ്യൽ സംഘടനയിലൊക്കെ അത്തരം മെമ്പർമാരായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ നേരത്തെ ഒരു അംബാസിഡറുടെ മകനാണ് ഇദ്ദേഹം. കൊല്ലത്തുള്ള വലിയൊരു അംബാസിഡർ മുതലാളിയുടെ, MD മുതലാളിയുടെ മകൻ, കശുവണ്ടി ഫാക്ടറിയുടെ ഒക്കെ മുതലാളിയുടെ മകൻ. അപ്പൊ അവരുടെ ആ കൾച്ചർ, അവരായി തീരാനുള്ള ഇദ്ദേഹത്തിന്റെ വ്യഗ്രത, ആ ഒരു സ്വപ്നം, അതിൻ്റെ ഇടയിൽ വന്നു പൊട്ടിട്ടുള്ള പൊള്യൂഷൻസ്, അതാണ് എനിക്ക് തൂജ കൊടുക്കാൻ തോന്നി. പിന്നെ ഒരു ഫിസിക്കൽ മേക്കപ്പ് അത് തന്നെ. ഒരിക്കൽ ഗൊണോറിയ വന്നിട്ടുണ്ട്, ഒരിക്കൽ കോട്ടറൈസ് ചെയ്തിട്ടുണ്ട് ജെനിറ്റൽ വാഴ്സിന് ഒക്കെ പോരെ. ഒത്തിരി മെഡിസിൻ നമ്മൾ കൊടുത്തില്ല, ഈ 3 പക്ഷെ പേഷ്യന്റ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ തൂജയുടെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ 40 days. അപ്പൊ ഞങ്ങള് 1.5 മാസം 2 മാസം കഴിയുമ്പോഴേ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഐഡിയൽ ആയിട്ടൊരു നല്ല കേസായിട്ട് അത് ഇമ്പ്രൂവ് ചെയ്ത് പോകും. മുമ്പ് കടയിൽ പോകത്തില്ലായിരുന്നു, ഇപ്പൊ അദ്ദേഹം കടയിൽ പോകാൻ തുടങ്ങി. ഒരു കോൺഫിഡന്റ് ആയി. ഞാൻ രക്ഷപ്പെടുമെന്നൊക്കെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കും. പക്ഷെ അദ്ദേഹത്തിന് വൈഫിന് ഇദ്ദേഹത്തിന്റെ ഒരു ലൈഫിന്റെ ബാഡ് പാർട്ടും അറിയത്തില്ല. അത്രയും അദ്ദേഹം സൂക്ഷിച്ച് അത് കൈകാര്യം ചെയ്തുള്ളൂ. അതിന് വിദഗ്ധനാണ് തൂജ പേഷ്യന്റ്. അത്ര കലാപരമായിട്ട് അദ്ദേഹം ചെയ്തത്. അതും നമുക്കൊരു ഒരു സിംറ്റമാ. അതെ, അതാണ് തൂജ. എന്തായാലും തൂജയെ ഇത്രയും ഭംഗിയായിട്ട് ഒരു വയസ്സ് മുതൽ മുതല് അവസാനം വരെ കഥ അല്ല, തൂജയെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയുടെ ഒരു രസകരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ലേ നമ്മൾ തന്നത്. അതെ, ഇതുവരെയും കേൾക്കാത്ത രീതിയിലും ഇത്രയും കഥയാണ്. ഇനി നമുക്ക് ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കാനോ എന്തെങ്കിലും മെത്തേഡ് ഓഫ് സ്റ്റഡി എനിക്ക് അറിയേണ്ട അതാണ്. നമ്മള് കൊണിയം പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു, കൊണിയത്തിന് ഒരിക്കലും ഏർലി പീരീഡ് ഒരു 10-15 വയസ്സ് വരെ ഒന്നും കൊണിയം ഉണ്ടാകത്തില്ല. കൊണിയം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കൊടയണതിനൊരു സെപ്പറേഷൻ ഓഫ് സെക്ഷൽ ലൈഫിന്റെ എയിൽമെന്റ്സ് ആണ് അതിന്റെ ഫണ്ടമെന്റൽ. കൊണിയം പഠിച്ചപ്പോ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ ആ ഒരു ഹിസ്റ്ററി അല്ലാതെ ഒരു വാർട്ട് കണ്ടുണ്ടോ അല്ലെങ്കിൽ ഒരു തലകറക്കം കണ്ടുണ്ടോ ഒന്നും നമുക്ക് കൊണിയം കൊടുക്കാൻ പറ്റത്തില്ല. ഡീപ് സീറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ട്രീറ്റ് ചെയ്യുമ്പോഴേ, ഇപ്പൊ നമ്മൾ ഡീപ് സീറ്റഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ആണ്. അപ്പം ക്യാൻസർ മമ്മയിലൊക്കെ കൊണിയത്തിന്റെ ഈ ഒരു കഥ ഭയങ്കരമായിട്ട് നമുക്ക് പോസിറ്റീവാണ്. അതുപോലെ തന്നെ MND എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെന്റ് ഇല്ല, അമൃതക്കാര് എഴുതി കൊടുത്തിരിക്കുക. ടൂംസ് ഇറ്റ് കൺസേൺഡ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയാ നമ്മൾ കൊടുക്കണേ. ഈശ്വര കൃപ ഉണ്ടെങ്കിൽ തൂജയിലെ അത് രക്ഷപ്പെടും. അപ്പൊ അതൊരു വലിയ മിറക്കിൾസ് ആയിരിക്കും. അപ്പൊ അത് നമ്മള് എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അറിയാൻ പാടാത്തതിനെ പറ്റി ഞാൻ കുറ്റം പറയത്തില്ല. പക്ഷെ ഹോമിയോപ്പതി ഇങ്ങനെ ഒക്കെ നമ്മൾ ഡെപ്തിൽ പഠിച്ചായിട്ട് ചെയ്യുമ്പം കിട്ടുന്ന ഒരു ഗുണവും ഒന്നും വേറെ വിധത്തിലൊന്നും കൊടുത്താൽ കിട്ടത്തില്ല. വെറുതെ ആവശ്യമില്ലാതെ ഇന്റർകറന്റ് ആയിട്ട് തൂജ അടിച്ചേൽപ്പിക്കുക, സൈക്കോട്ടിസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും ചെയ്തു പോണ കാര്യമില്ല. അപ്പൊ ഒരു ബേസിക് ഫണ്ടമെന്റൽസ്, എങ്ങനെ തൂജ ജനിക്കുന്നു, എങ്ങനെ ജീവിത സാഹചര്യങ്ങൾ, എങ്ങനത്തെ ഡെവലപ്മെന്റ്, എങ്ങനത്തെ അലോസിനേഷൻ, അപ്പൊ അതെല്ലാം നമ്മൾ വിലയിരുത്താൻ ഈ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡിയിൽ നമുക്ക് ഒത്തിരി സാധിക്കും. ഇങ്ങനെ ഒരു 40 മരുന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അതെ സാറേ. അതെ, അങ്ങനെ നമ്മളിപ്പോ നമ്മളിപ്പോ ഈ ഏജിലൊക്കെ അല്ലേ, അത് ടീനേജിൽ ഇപ്പോഴുള്ള BHMS ഒക്കെ കഴിഞ്ഞ് വരുന്നവരെ കൊണ്ട് ഇത് ചെയ്യിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊടുത്ത് ആ രീതിയിൽ അവരെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഹോമിയോപ്പതിയുടെ ഗ്രോത്ത് എത്രയോ നല്ലതാണ്, അല്ലേ? അതെ. എന്തെങ്കിലും സംശയം ചോദിക്കാനോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ചോദിക്കണമല്ല, ചോദിക്കേ. നമ്മുടെ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?
നമുക്കെല്ലാം ആൻഡ്രൈസ് മരുന്ന് ഇങ്ങനെ ഒന്ന് പഠിച്ചുകൂടെ? ആൻഡ്രൈസ് ചെയ്യണേ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ ആൻഡ്രൈസ് ചെയ്യണം. നമുക്ക് അധികം സമയമില്ല, 10 മിനിറ്റും കൂടെ ഉള്ളു, 10 മിനിറ്റ് തന്നെ ഇല്ല. അതുകൊണ്ട് സമയം കളയാതെ ഗീത നരേഷ് ഡോക്ടറെ മിണ്ടുന്നില്ലല്ലോ, ഒന്ന് പറഞ്ഞേ. സാറേ ആ, സാറ് ഈ പറഞ്ഞ രീതിക്ക് ആ. ഈ ഓരോ തൂജ കേസിലും സാർ എങ്ങനെയാണ് പൊട്ടൻസിയിലോട്ട് പോകുന്നത്? ഇപ്പൊ തൂജ കുട്ടി 200 തൊട്ടേ തുടങ്ങത്തുള്ളൂ സാറേ. 200 ഒരു ഡോസ് കൊടുത്തിട്ട് നമ്മൾ 35 to 40 days വെയിറ്റ് ചെയ്യും. ഗ്രാഫൈറ്റിസിനാണൊക്കെ ആണെങ്കിൽ 60 days. അപ്പൊ നമ്മുടെ ഹോമിയോപ്പത്തിക് മെറ്റീരിയൽ, ബോറിക് മെറ്റീരിയൽ മെഡിക്കയുടെ പുറകിൽ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ പ്രിന്റ് ചെയ്ത് വേറെ ബുക്കാക്കി മേശപ്പുറത്ത് വെച്ചിരിക്കുക. നമുക്ക് അത് ആസ്വദിക്കാൻ തുടങ്ങിയപ്പോ തൊട്ടുള്ള റിസൾട്ട് ഭയങ്കര അത്ഭുതകരമാണ്. അപ്പൊ ഓരോ മെഡിസിനും അതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബെറ്റർ റിസൾട്ടാണ്. പിന്നെ ദ മെഡിസിൻ ഫോളോ അപ്സ്, ദ ചെയിൻ ഓഫ് മെഡിസിൻ ഉണ്ടല്ലോ. ഇപ്പൊ സൾഫർ, കാൽക്കേറിയ, ലൈക്കോപോഡിയം. അപ്പൊ സൾഫർ കൊടുത്തിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന കേസിൽ അതിന് വലിയ കുഴപ്പമില്ല. ഇനി എനിക്ക് വരരുത് ഡോക്ടറെ എന്ന് പറയുന്ന ഒരു അവസരത്തിൽ നമുക്ക് കാൽക്കേറിയ കാർബോ കൊണ്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ട് അതിനും ഒരു 60, ഒരു 10 കൊടുത്തിട്ട് ഒരു 60, 120 days, ഒരു 3 months വെയിറ്റ് ചെയ്തിട്ട് ലൈക്കോപോഡിയം കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യൂറ് ഭയങ്കര നല്ല റിസൾട്ട്. അതുപോലെ തന്നെ ഒരു 10-50 മെഡിസിന്റെ ഫോളോ അപ്പ് മെഡിസിൻസ് ഉണ്ട്. അത് ഞാനൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാം. ഇന്ന മെഡിസിൻ കൊടുത്താൽ ഇന്നതായിരിക്കും അടുത്ത ഫോളോ അപ്പ്. ആ മെഡിസിൻ ക്യൂറായാൽ തന്നെ നമ്മൾ ഇത് കൊടുത്താണ് കോംപ്ലിമെന്റ് ചെയ്ത് നിർത്തുന്നത്. ഇപ്പൊ അത്തിക്കേറിയ പോലുള്ള, അത്തിക്കേറിയ ഓൾട്ടർനേറ്റ് വിത്ത് ആസ്മ, അത്തിക്കേറിയ ഓൾട്ടർനേറ്റ് വിത്ത് റുമാറ്റിസ്, അത്തിക്കേറിയ ഓൾട്ടർനേറ്റ് വിത്ത് ഗാസ്ട്രൈറ്റിസ്. ഇത് മൂന്നും കൂടെ ഡിഫറെന്റ് ആയിട്ട് ഒരേ ബോഡിയിൽ തന്നെ. അത്തിക്കേറിയ മോഡേൺ മെഡിസിൻ കഴിഞ്ഞ് തീരുമ്പോൾ ആസ്മ വരുന്നു, ആസ്മയ്ക്ക് മരുന്ന് കഴിയുമ്പോൾ ഡയറിയ വരുന്നു, ഡയറിയക്ക് മരുന്ന് കഴിയുമ്പം തിരിച്ച് ആസ്മ വരുന്നു. ഈ പ്രതിഭാസത്തിനകത്ത് ഈ 2 ഗ്രൂപ്പ് ഡോക്ടർമാരും എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ്, അത് ചേട്ടൻ ചെയ്ത് കുറഞ്ഞു കഴിയുമ്പോ ഇതായിട്ട് എന്റെ അടുത്ത് വരും എന്നവർ പറഞ്ഞ ആൻസർ അതാ. അപ്പൊ ഇതിനൊരു ഒരു ഒരു പോസിബിലിറ്റീസിന് പൈനസ്റ്റിഞ്ചർ 30-200 വണ്ണം 4 മാസം ഞാനത് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുത്തപ്പം എനിക്ക് അത്തിക്കേറിയക്ക് കിട്ടിയത് എപ്പിസ്മില്ലാണ്. രാത്രി അഗ്രവേഷൻ, ഗോൾഡ് റിലീഫ്, ബമ്പ് ഫോർമേഷൻ. അപ്പൊ അത്തിക്കേറിയ കുറഞ്ഞു, പക്ഷെ ആസ്മ വന്നു. ഞാൻ അതിന് കലേഡിയം കൊടുത്തിട്ട് ആഴ്സനിക്കാൽ കൊടുത്തപ്പോ ആസ്മ കുറഞ്ഞു, ഇപ്പൊ റൂമാറ്റിസം വന്നു. ഈ 3-4 പ്രതിഭാസം 4 മാസം കൊണ്ട് ഈ പേഷ്യന്റ് രക്ഷയില്ലാതെ വന്നു കഴിച്ചപ്പോഴാണ് നമ്മൾ പൈനസിനകത്ത് പറയുന്നത് അതാണ്. അത്തിക്കേറിയ, ഓൾട്ടർനേറ്റ്, റുമാറ്റിസം, ആസ്മ ആൻഡ് ഗാസ്ട്രിക് സിംറ്റംസ്. അതാണ് ഐഡിയൽ ക്യൂർ ആയിട്ട് കിട്ടും. ലോജിക്കാണ്, പുസ്തകത്തിൽ പറയുന്നുണ്ട്, നമുക്ക് സന്തോഷമാണ്. വി ക്യാൻ സ്റ്റഡി ഈസിലി, അപ്ലൈ ഈസിലി, ക്യൂർ ഈസിലി. അപ്പൊ അതിനുള്ള ഒരു സഹിഷ്ണുത, ക്ഷമയൊക്കെ നമുക്കിപ്പോ കുറച്ച് ഈ ഏജിലൊക്കെയാണ് അതിനുള്ള ഒരു അവസ്ഥ, മാനസികാവസ്ഥയൊക്കെ വന്നതും സ്റ്റഡി ചെയ്യാനും ഇത്രയും ഡെപ്തിൽ പഠിക്കാനും ഈ ബാനർജി ഗ്രൂപ്പിനെയൊക്കെ ശിഷ്യപ്പെടാനും ഒക്കെ നമുക്ക് സാധിച്ചത്. അത് നമ്മൾ ഒത്തിരി വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇനിയൊക്കെ നമ്മൾ വില നോക്കി നടന്നിട്ട് കാര്യമില്ല. വാട്ട് വി ക്യാൻ ഡു ഫോർ ദ ബെറ്റർമെന്റ്സ് ഓഫ് ഹോമിയോപ്പതി ആൻഡ് ഫോളോവേഴ്സ്, ആ ഒരു മോട്ടിവിറ്റി നമ്മൾ മുതലായിട്ട് എടുത്തുകൊണ്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഇതുപോലെ റിസൾട്ട് കിട്ടും. ഓക്കെ. സാർ, ആ മെഡിസിന്റെ സ്പെല്ലിംഗ് എന്ന് പറയാം. പൈനസ് സിൽവസ്റ്റർ, PINUS. ശരി സാറേ, എന്റെ തൂജയെ പറ്റി അങ്ങയുടെ അഭിപ്രായം പറ. സാറിനെ കോഹോസ്റ്റ് ആക്കണേ. ഒന്നാക്കി സാറ് വർത്തമാനം പറഞ്ഞു കേൾക്കുന്നില്ല. നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ സാർ. താങ്ക് യു സാർ. നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്താൽ കൊള്ളാം. തൂജയും മെഡോറനും തമ്മിലുള്ള ബന്ധം ഒന്ന് വെജിറ്റബിൾ അനലോഗാണ്, മറ്റേത് നോസോഡാണ്. ഇവര് തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ആണ്, അറിയാവോ? അതറിയാം. രണ്ടിനും ജീവിക്കുന്ന സാഹചര്യങ്ങൾ അഗ്രവേഷനാണ്. അതെ അതെ. തൂജ ഡാംബ് കോളിൽ ജീവിക്കുന്നു, അവിടെ അഗ്രവേഷന. ഇത് സീഷോറിൽ തന്നെ കിടക്കുന്നു, സീഷോർ അഗ്രവേഷന. അതെ, ഭയങ്കര ബന്ധം അത് തമ്മില്. അതെ അതെ. നന്നായിട്ടുണ്ട് ക്ലാസ് കേട്ടോ. സാർ, അതിന്റെ സെക്കൻഡ് പാർട്ട് അറിയിക്കാം, അങ്ങനെ കേട്ടിട്ട് പറയണം.
അപ്പം ഓക്കെ. ആ ഇനി ഓക്കെ ആർക്കെങ്കിലും സാറേ. അതെ അതെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. അതെ അതെ. ഇപ്പൊ കണ്ട ഒരു അറിവിന്റെ സമാഹാരമായിട്ടുള്ള സേഠ് സാറിന് അത് കേൾക്കാൻ വരാൻ എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റി. ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അവരാരും പറയുന്നില്ല, കേൾക്കുന്നില്ല, റിയാക്റ്റും ചെയ്യുന്നില്ല. അതാ സങ്കടം. ബിനോ ഡോക്ടർ അതെ, പ്രശോഭൻ, ലിസമ്മ ആന്റണി, നിങ്ങളൊക്കെ പറ അഭിപ്രായം പറ. ഡോക്ടറുണ്ട്. പ്രശോഭൻ ഡോക്ടറുണ്ട്, എല്ലാം ഉണ്ടല്ലോ. ലിസമ്മ ആന്റണി ഡോക്ടറുണ്ട്. ഹലോ. സാറിന്റെ ക്ലാസ് വളരെ ആദ്യം മുതലേ കേട്ടിരുന്നു. അല്ലാതെ തന്നെ ഞാൻ ചേർത്തലക്കാരനാണ്, അതുകൊണ്ട് സാറിനെ നേരത്തെ മുതലേ അറിയാം. ശരി. നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിന്റെ അടുത്താണ് വൈഫ് ഹൗസ്. പിന്നെ മല്ലൻ ഡോക്ടറുടെ കൂട്ടത്തിലാണ് ഹൗസ് സർജൻസി ചെയ്തത്. അപ്പൊ സാറിന്റെ നേരത്തെ തന്നെ അറിയായിരുന്നു. സാറിന്റെ എല്ലാ ക്ലാസ്സും ഞാൻ കേൾക്കാറുണ്ട്. പൂജ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. വളരെ നന്നായിരുന്നു. ഞങ്ങൾക്കൊക്കെ എപ്പോഴും മനസ്സിൽ നിന്നും പോകാത്ത രീതിയിലാണ് സാർ ആ ക്ലാസ് പ്രസന്റ് ചെയ്തത്. വളരെ തീർച്ചയായിട്ടും സാറിന്റെ എല്ലാ ക്ലാസ്സും കേൾക്കാറുണ്ട്. അതെ, സാറിന്റെ എല്ലാ ക്ലാസ്സും കേൾക്കാറുണ്ട്. മോളുടെ ക്ലാസ്സും കേൾക്കാറുണ്ട്. ബിനോയ് പറ. ഡോക്ടർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു, A to C. അതിന്റെ ഗ്രോത്ത് വളരെ ഇലിസ്ട്രേറ്റീവ് ആയിട്ട്, വളരെ ടച്ചിങ് ആയിട്ട് പ്രസന്റ് ചെയ്തു സാർ. വളരെ നന്ദിയുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മനസ്സിൽ ഓർത്തിരിക്കല്ല അല്ലെ? എപ്പോഴും നമ്മള് ഇനി ആ ഫിഗറിനെ കാണുമ്പോൾ നമുക്ക് ഒരു തൂജ ക്ലിക്ക് ചെയ്യുമല്ലോ, പിന്നെ നമുക്കൊന്ന് റെഫർ ചെയ്താൽ മതി. അതെ, പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു സ്ട്രിങ് പറയുമ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? അതെ, റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചാണ് സാർ എക്സ്പ്ലെയിൻ ചെയ്തത്. വളരെ നന്നായിരുന്നു. ഇനി അതിന്റെ പതോളജി ട്രീറ്റ്മെന്റ് സൈഡ് ഞാൻ പറയുന്നുണ്ട് സെക്കൻഡ്, ഇനി അടുത്ത ക്ലാസ്സിന് കേട്ടോ. സൂചയുടെ ഒരു 40% ആയുള്ളൂ. അതായത് സൂചയുടെ ഡെവലപ്മെന്റ്, അതിന്റെ പ്രോഗ്രഷൻ ഓഫ് പതോളജി ആൻഡ് റിസൾട്ട് ഒറിജിൻ. നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ്, പക്ഷെ ഇത്ര ഹാർട്ട് ടച്ചിങ് ആയിട്ട് പറയാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. നമ്മള് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ട് മെഡിസിൻ ആണ് സൂച. അല്ല, അത് നമ്മള് ഈച്ച് ആൻഡ് ഒരു മെഡിസിൻ അല്ല, നമ്മൾ ഒരു 1-2 സിംറ്റം നോക്കിയിട്ട് നമ്മള് ട്രീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിൽ നിന്ന് മാറിയിട്ട് അതിന്റെ ഒരു എസൻസിൽ പഠിച്ചിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് അങ്ങനെ ഒരു 20-30 മെഡിസിൻ പഠിക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മള് സ്റ്റാഫ്സാഗ്ര എടുത്തിട്ടുണ്ട്, കോണിയമ്മാക്ക് എടുത്തിട്ടുണ്ട്, ആസിഡ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ട്, ഇന്ന് തൂജയായി, ഇനി നമുക്ക് മെഡോറിനും ഞാൻ എടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. അപ്പം ആ രീതിയിലൊക്കെ നമുക്ക് പഠിക്കേണ്ട ആവശ്യം വരുമ്പോ നമ്മൾ പഠിച്ചു പോണതാ. ഷീല ഡോക്ടർ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ നമസ്കാരം. ആദ്യമായിട്ടാണ് തൂജയെ കുറിച്ച് ഇത്ര നല്ലൊരു പിക്ചറിൽ പ്രസന്റേഷൻ നമുക്ക് കിട്ടുന്നത്, ആദ്യമായിട്ട്. ഇതിനി ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തേയില്ല അത്രയ്ക്ക്. കാരണം സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമുക്ക് തോന്നുന്നു പലരെയും നമ്മൾ തൂജ ആൾക്കാരെ കണ്ടിട്ടുള്ള പോലെ തന്നെ തോന്നുവാണ് ശരിക്കും. ഇങ്ങനൊരു നല്ലൊരു ക്ലിയർ വിഷൻ കിട്ടിയത് ഡോക്ടറെ. അപ്പൊ എന്റെ ഒരു അഭിപ്രായം, ഇനി ഇതുപോലുള്ള ഡ്രഗ്സുമായിട്ട് ഡോക്ടർ ഇതുപോലുള്ള അറിവുകൾ ഇപ്പൊ ഇന്ന് കേട്ട ആർക്കും ഇനി അതൊരിക്കലും മനസ്സിൽ നിന്ന് പോകത്തില്ല. പ്രത്യേകിച്ച് അതിന്റെ ഇറ്റിയോളജി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് വരെ ഡോക്ടർ പറഞ്ഞു, ഫ്രം ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് ടു ദ ലാസ്റ്റ് സ്റ്റേജിലുള്ളത്. ഇതുപോലൊരു ക്ലിയർ പിക്ചറൈസേഷൻ എവിടുന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഡോക്ടർ ഇനിയും ഉള്ള നല്ല നല്ല ഇതേപോലുള്ള കേസുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് അപ്പം കുറച്ചും കൂടെ തറവാവും നമ്മുടെ മനസ്സിൽ. അപ്പൊ ഒരു പേഷ്യന്റ് നമുക്ക് നടന്നു വരുമ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ മനസ്സിൽ വരും ആ മെഡിസിൻ ഇന്നതാണെന്ന്. ഒരുപക്ഷെ സൈനിയേഴ്സ് ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കണം പ്രിസ്ക്രൈബ് ചെയ്തിരുന്നതെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റ് നടന്നു വരുമ്പോൾ തന്നെ ഒരു മനസ്സിൽ ഇങ്ങനെ ഇന്ന പേഷ്യന്റ് ആണെന്ന് അവർക്ക് അറിയുന്നത് ഇത്രത്തോളം അഗാധമായിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഡോക്ടർ ഇനിയും ഞങ്ങൾക്ക് ക്ലാസ് ഇനി എടുക്കണം. താങ്ക് യു സോ മച്ച് ഡോക്ടറെ. എന്തായാലും നമ്മള് നമ്മുടെ സമയമായിട്ടുണ്ട്. എങ്കിലും ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും, അതെ സമയം പോയി അറിഞ്ഞില്ല. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഒന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് നന്ദി പറയുന്നതിന് ശൈല ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ഡോക്ടർക്ക് അഭിപ്രായം പറയാം.
സാറേ നമസ്കാരം. നമസ്തേ. ആ, ഇതുപോലെ സാറിന്റെ ക്ലാസ് ഇപ്പൊ സാറിന് മനസ്സിലായില്ലേ? എല്ലാരും ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ മുമ്പോട്ട് വരെ. വന്നപ്പോ എത്ര പേരാണ് വന്നത്? എല്ലാവരുടെയും മനസ്സിൽ അവസ്ഥ ഇതാണ്. പറയണമെന്നുണ്ട്, ഇനിയിപ്പൊ ഞാൻ പറയണോ വേറൊരാൾ പറയണോ മുമ്പ് എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ എന്നെ നന്ദി പറയാൻ മറിയാമ്മ ഡോക്ടർ വിളിക്കുമെന്ന് എനിക്ക് അറിയാതെ. അല്ല അല്ല പറയണം. പറയുമ്പോഴാണ് നമുക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീണ്ടും പ്രചോദനം, വീണ്ടും നമുക്ക് നല്ല ഓക്കെ. ഇവിടെ ആക്ച്വലി ഒരു ഗുരു ശിഷ്യോ ഒന്നുമില്ല. ഇവിടെ എല്ലാം ഡോക്ടർമാരാണ്. നമ്മുടെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു, കുറവുകൾ നികത്തുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊരു ടീച്ചിങ് ഫാക്കൽറ്റിയുടെ ഭാവമൊന്നും അല്ലല്ലോ. അപ്പം എല്ലാവരും അതിനകത്ത് കൂടണം. എല്ലാവരുടെ സംശയങ്ങൾ വെക്കുക. അപ്പൊ അത് ക്ലാരിറ്റി ഉണ്ടാകുക. പിന്നെ അതെല്ലാം സംശയത്തിന് നിവാരണം കണ്ടില്ല, അത് ഞങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ പഠിക്കുക. എന്തായാലും സാറിന്റെ ക്ലാസ് ഒരു എന്താണ്, ഒരു കഥ കേട്ടിരിക്കുന്ന പോലെ, എല്ലാരും പറഞ്ഞ പോലെ ഒരു കഥ കേട്ടിരിക്കുന്ന പോലെ ശ്രദ്ധിച്ചിരുന്നത് ഞാനും. ഒരു കുട്ടിയെ പ്രസവിക്കുന്നിടം മുതല്, ചൈൽഡ്ഹുഡ് മുതല് അഡോളസെന്റ് സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റേജ് ഉൾപ്പെടെ വാർദ്ധക്യം ഉൾപ്പെടെ സാറ് ഇങ്ങനെ വരച്ച് കാണിച്ച ഒരു കഥ പോലെ പറഞ്ഞു പോയത്. അതെല്ലാം ഞാൻ ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. ഇത്രയും നല്ല രീതിയിൽ തൂജയെ നമുക്ക് മനസ്സിലാക്കി തന്ന സാറിന് IFPHന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നിർത്തുന്നു. നമസ്കാരം. നന്ദി ഷൈനി ഡോക്ടറെ. ഏതായാലും വളരെ നല്ലൊരു ക്ലാസ് തന്ന മധുസൂദന പണിക്കർ സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 2066 പ്രതിദിന സൂം വെബിനാർ വളരെയധികം വിജയകരമാക്കി തീർത്തു. സാറിന് എത്രയും വേഗം ഇതിൻ്റെ 2ാം ഭാഗവുമായി വരണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. അത് മാത്രമല്ല സാറ് എല്ലാ ആഴ്ചയിലും ഓരോ ക്ലാസ്സുമായി വന്നാൽ വലിയ ഉപകാരമായിരുന്നു, ഓരോ മെഡിസിനുമായിട്ട്. എന്തായാലും സാറിന് സമയം കിട്ടുന്നതനുസരിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഞങ്ങൾക്ക് അറിവുകൾ പകർന്നു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മളുടെ 2066 സൂം വെബിനാർ വളരെയധികം ഭംഗിയായി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.